നമസ്കാരം. ജനചിന്ത ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. അനന്തപുരിയിലെ പ്രധാന തൊഴിൽദാതാക്കളായ ഗുരുവായൂരപ്പൻ അസോസിയേറ്റ്സിന്റെ 22ാം വാർഷികാഘോഷവും ഓണക്കോടി വിതരണത്തിന്റെയും പ്രസക്ത ഭാഗങ്ങൾ. ഓണം ഒരിക്കൽ കൂടി വന്നെത്തിയിരിക്കുന്നു. മലയാളികളുടെ അഭിമാനമായ ഓണത്തെ നമുക്ക് ഓരോരുത്തർക്കും സന്തോഷിക്കാനും ആഘോഷമാക്കാനും കഴിയട്ടെ. കഴിഞ്ഞ 22 വർഷമായി തലസ്ഥാന നഗരിയിൽ 5ഓളം ബ്രാഞ്ചുകളുമായി പ്രവർത്തിക്കുന്ന ഗുരുവായൂരപ്പൻ അസോസിയേറ്റ്സിന്റെ 22ാം വാർഷികാഘോഷവും ഓണക്കോടി വിതരണവും ചികിത്സാ ധനസഹായവും നൽകുന്ന ചടങ്ങാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. നമസ്കാരം. നമ്മുടെ പരിപാടി ചെയ്തു തുടങ്ങിയിട്ട് 22 വർഷമായി. വലിയ സന്തോഷമുണ്ട് എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റുന്നതിൽ. അതിലുപരി എനിക്ക് നമ്മുടെ ഉദ്ഘാടകൻ എല്ലാവരും നമ്മുടെ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ആളാണ്, കൊല്ലം തുളസി. പക്ഷേ ചിലപ്പോൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് അറിഞ്ഞുകൂടെയായിരിക്കാം. എന്നാലും കൊല്ലം തുളസി എന്ന് കേൾക്കുമ്പോൾ ഇത് സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള ആശങ്ക പുലർത്തിയിട്ടുണ്ട്. ഒരു ദിവസം അതിനെപ്പറ്റി സാർ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുകയുണ്ടായി. ശരിക്കും നമ്മൾ സിനിമയിൽ കാണുമ്പോൾ എല്ലാം സാറ് വലിയ വില്ലൻ കഥാപാത്രമാണ്. ഒരു ഭാഗം സ്ത്രീകൾക്കും പേടിയായിരിക്കും. ഞാൻ അതുകൊണ്ടാണ് ഒരു 8 വർഷമായി സാറുമായിട്ട് പരിചയപ്പെട്ടിട്ട് നമ്മുടെ വേദിയിൽ. ഇപ്പോഴെന്തായിരുന്നാലും സാറിനെ ക്ഷണിക്കണമെന്ന് എനിക്ക് തോന്നി. സാറിനെ ഞാൻ വിളിച്ചു. സാർ ഇപ്പോഴ് എറണാകുളത്താണ്. ഇപ്പോഴ് സിനിമ എല്ലാവരും അറിയുന്നുണ്ടായിരിക്കുമല്ലോ, സിനിമയുടെ ഇലക്ഷനും കാര്യം, എൻ്റെ അമ്മയുടെ പ്രോഗ്രാമും അതുമായിട്ട് എല്ലാ ആൾക്കാരും തിരക്കിലാണ്. സാറിന് ഞാൻ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു 15-ാം തീയതി കഴിഞ്ഞിട്ട് അനിൽ ഞാൻ സമയം പറയാം. എന്തായാലും ഞാൻ എത്തും. അനിൽ ആദ്യമായിട്ട് എന്നെ ക്ഷണിക്കുന്നതാണ്, വരാതിരിക്കില്ല. ഇതിനു മുമ്പേ 1-2 പ്രാവശ്യമൊക്കെ സംസാരിച്ചപ്പോൾ സാറ് കുറച്ച് ഷൂട്ടിങ്ങിലും തിരക്കുകളിലായിരുന്നു. അല്ല, ഞാൻ നേരത്തെ വെറുതെ ഒരു തമാശയ്ക്ക് പറഞ്ഞതാണ്. സാറ് വലിയ ക്രൂരനായ സ്വഭാവമൊന്നുമില്ല. അടുത്ത് ഇടപഴകുമ്പോഴേ നമുക്കതിനെപ്പറ്റി മനസ്സിലാവുള്ളൂ. വളരെ സൗമ്യമായിട്ടും സ്നേഹത്തോടെയും ഇപ്പോഴും എൻ്റെ അടുത്ത് വിളിച്ചു പ്രത്യേകിച്ച് പറഞ്ഞു, അല്ല എനിക്ക് താലപ്പൊലിയൊന്നും വേണ്ട, ഞാൻ സ്റ്റേജിൻ്റെ പുറകിൽ കൂടെ വന്ന് അവിടെ കയറി ഇരുന്നോളാം. ഞാൻ നിർബന്ധിച്ചാണ് സാറിന് ആ വേദിയിൽ നിർത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ബാക്കി നമുക്ക് അറിയാവുന്നതാണ്. ഗോവിന്ദ് സാറ് നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് 3-ാമത്തെയോ 4-ാമത്തെയോ ആണെന്ന് തോന്നുന്നു. സാറും സിനിമയിലും സീരിയലിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കഥാപാത്രവും നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന. ഞാൻ കഴിഞ്ഞ ഫംഗ്ഷനും പറഞ്ഞിരുന്നു, കുഞ്ചാക്കോ ബോബൻ കഴിഞ്ഞാൽ സിനിമാ ഫീൽഡിൽ ഇത്രയും പ്രായത്തിൽ എത്തിയിട്ടും ആ ഗ്ലാമർ നിലനിർത്തി പോകുന്ന ഒരു വ്യക്തി സാറായിരിക്കും. ഞാൻ തമാശ പറയുന്നതല്ല. നിങ്ങൾക്കറിയാം, നോക്കിയ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കൂടുതലും സ്ത്രീകളല്ലേ നമ്മുടെ സ്റ്റേജിൽ ഇരിക്കുന്നത്.
തമാശ പറഞ്ഞതല്ല. കൂടുതലും പുരുഷ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്നത് സ്ത്രീകൾക്കാണ്. അപ്പോൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ജിജ മാഡവും വിളിച്ച ഉടൻ തന്നെ പറഞ്ഞു, അല്ല ഞാൻ എത്തിക്കോളാം. ഇതിനു മുമ്പേ ഒരു ഫംഗ്ഷന് വിളിച്ചപ്പോഴും എനിക്ക് വരാൻ പറ്റിയില്ല. ഒത്തിരി തിരക്കിനിടയിൽ നിന്നും മാഡവും എത്തിയിട്ടുണ്ട്. വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെപ്പോഴും 22 വർഷം കൊണ്ട് വേദിയിൽ ഭദ്രദീപം കൊളുത്തുന്നത് MG ശ്രീകുമാർ സാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഭദ്രദീപം തെളിയിച്ചു തന്നിട്ടുള്ള ലേഡീസാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ചൈൽഡ് ഹോമിൽ ഒരു മാഡമായിരുന്നു. ഇപ്പോഴാ മാഡത്തിനെ ഞാൻ ക്ഷണിച്ചിരുന്നു. ഓണത്തിരക്ക് കാരണം മാഡവും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ റോബർട്ട് സാം സാറ്, റസൽ, എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് കരമന ജയൻ ചേട്ടൻ. ഞാൻ ഈ 2-3 പ്രാവശ്യം സാറ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിയായപ്പോഴും സാറിനൊരു വേദിയിൽ സാറെന്ന് സംബോധന ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് വഴക്ക് പറഞ്ഞു, അല്ല ചേട്ടാന്ന് വിളിച്ചാൽ മതി. നേരത്തെ എന്നെ ചേട്ടാന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അല്ല സാറെന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഒരു അകൽച്ച ഫീൽ ചെയ്യുകയാണ്. ഒരിക്കലും നിങ്ങളെപ്പോലെയുള്ളവർ അങ്ങനെ വിളിക്കരുതെന്ന്. ഇന്നലെയും വഴക്ക് പറഞ്ഞു. അറിയാതെ നമ്മളൊരു ബഹുമാനം കൊടുത്ത ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ സാറെന്ന് സംബോധന ചെയ്തു പോകും. റോബർട്ട് സാർ എത്തിയിട്ടുണ്ട്, കൂടെ മാഡവും ഉണ്ട്. വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മാഡത്തിനെയും ക്ഷണിക്കുകയാണ്. ജയൻ ചേട്ടനും ഞാനുമായിട്ടുള്ള ബന്ധം ഇന്നും ഇന്നലെയല്ല, ഏതാണ്ട് ഈ സ്ഥാപനം തുടങ്ങിയ അന്ന് തൊട്ടുള്ളൊരു ബന്ധമാണ്. പക്ഷേ അതിലും കൂടുതൽ ബന്ധം ഉണ്ടെന്ന് എൻ്റെ മനസ്സും ജയൻ ചേട്ടനായിട്ടുള്ള അടുപ്പത്തിലും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വർഷങ്ങളോളം കൊണ്ടുള്ള ഒരു സൗഹൃദമാണ്. ഈ നിമിഷം വരെയും കാത്തുസൂക്ഷിച്ചുകൊണ്ട് ജയൻ ചേട്ടൻ ഉയരങ്ങളിൽ എത്തിയപ്പോഴും നമ്മളെപ്പോലെയുള്ള കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെ ആരെയും മറന്നിട്ടില്ല. അങ്ങനെ ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ്. ജയൻ ചേട്ടന് നേരത്തെ അറിയപ്പെടുന്ന ഒരു പേരുണ്ടായിരുന്നു, പറയട്ടെ? എന്നാലും ദളപതി സാർ പറഞ്ഞ സ്ഥിതിക്ക് പൊക്കം ജയൻ എന്ന് പറഞ്ഞാൽ ഞാൻ ദളപതി സാറിനെ പറഞ്ഞ പോലെ ഒരു ആൾക്കാർ ഭയത്തോടെ കേൾക്കുന്ന ഒരു പേരായിരുന്നു. ഇപ്പോഴ് ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും സാർ ഒരു നിഷ്കളങ്കമായിട്ട്, കുട്ടികൾക്ക് വരെ കരമന ജയൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യവും ജയൻ ചേട്ടൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് പത്മനാഭ സ്വാമിയെ കാണണമെന്നുണ്ടെങ്കിൽ എന്നെ വന്ന് എൻ്റെ പേര് വന്ന് ചോദിച്ചാൽ കഴിയുന്ന ആൾക്കാരെ ഞാനത് കയറി തൊഴാനുള്ള അവസരം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 വർഷമേ എനിക്കുള്ളൂ എന്ന് പറയുന്ന ഒരു ദിവസവും ഞാൻ ചേട്ടൻ്റെ നിന്ന് കേട്ടു. അപ്പോൾ ആ 2 വർഷവും ദൈവഭക്തനായി തന്നെ ആയിരിക്കുമെന്നും വേദികളിൽ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അതിലുപരി ആ പത്മനാഭ സന്നിധിയിൽ ഈ 2 വർഷക്കാലം അങ്ങനെ ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം ദൈവം കൊടുക്കണമെങ്കിൽ പുള്ളി അത്രയും പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആയിരിക്കണം. ഒരുപാട് കാര്യങ്ങൾ ചേട്ടൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും അത് അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഓർമ്മയിൽ ഒരുപാട് പാറശാല ഭാഗത്ത് ഒരുപാട് പാവപ്പെട്ടവരുടെ കല്യാണം നടത്തി. ഇഫ്താർ പാർട്ടി എല്ലാ വർഷവും മുടങ്ങാതെ നടത്തുന്നുണ്ട്. ഭാരതീയം ട്രസ്റ്റിൻ്റെ പേരിൽ ഒത്തിരി വീടുകൾ പാവപ്പെട്ടവർക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മളിൽപ്പെട്ട ഒരാളിന് വീടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ചേട്ടനോട് സംസാരിച്ചിട്ടുണ്ട്. അത് ഉടനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭാരതീയം ട്രസ്റ്റിൻ്റെ ആളായിട്ടാണ് ഇപ്പോൾ കരമന ജയൻ ചേട്ടനെ എല്ലാവരും അറിയുന്നത്. ഭാരതീയം ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ജയൻ ചേട്ടൻ്റെ പറയാതെ തന്നെ ആ മുഖം എല്ലാവരുടെ മനസ്സിലും ഓടിയെത്തുന്നതാണ്. അതേപോലെ എടുത്തു പറയത്തക്ക ഒരാളാണ് റോബർട്ട് സാം സാർ. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒരുപാട് ക്രിസ്ത്യൻ മതം ആണെങ്കിലും സാർ ഒരുപാട് വീട്ടിൽ ഫ്രീ ആയിട്ട് സൺഡേ സ്കൂൾ നടത്തുന്നുണ്ട്. പാവപ്പെട്ടവർക്ക് ഒരുപാട് കാര്യങ്ങൾ മാഡവും സാറുമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് സാറിനെ ഞാൻ കാണുമ്പോഴും എന്നെ സാറിൻ്റെ ഒരു ഫംഗ്ഷന് വിളിക്കുമ്പോഴും ആ വീട്ടിലായിരുന്നു ഫംഗ്ഷൻ. അതിലുപരി
ഉപരി ആ പരിസരത്തുള്ള കുട്ടികളൊക്കെ, കൊച്ചു കുട്ടികൾക്കൊക്കെ എല്ലാം സാറും മാഡവും വളരെ അടുത്ത് ഇടപഴകുന്ന ഒരു അമ്മയെടുത്ത് സംസാരിക്കുന്ന രീതിയിലാണ് മാഡത്തിൻ്റെ അടുത്ത് കുട്ടികൾ പെരുമാറുന്നത് കണ്ടത്. വലിയ സന്തോഷം തോന്നി. അതേപോലെ എനിക്ക് ഒത്തിരി ഒരു 10 വർഷത്തോളം പരിചയമുള്ള ഒരാളാണ് ഈ വേദിയിൽ നിൽക്കുന്ന പ്രേം കുമാർ എന്നാണ് പേര്. ജനചിന്ത പത്രമാധ്യമത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യം എനിക്ക് പ്രേം കാരണം ഇന്നലെ ചെയ്യാൻ പറ്റി. ആദ്യമായിട്ടാണ് 22 വർഷം പരിപാടി നടത്തിയിട്ടുണ്ടെങ്കിലും എൻ്റെ അമ്മൂമ്മ പറയാറുണ്ടായിരുന്നു, നമ്മുടെ വലത് കൈ എന്തെങ്കിലും ചെയ്യുന്നത് ഇടത് കൈ അറിയണ്ടെന്ന്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് 10 പേര് അറിഞ്ഞാൽ മാത്രമേ നമുക്കതിനൊരു ഇതുള്ളൂ. അന്ന് അവർ അടുത്ത് 10 പേരെടുത്ത് പറഞ്ഞിട്ട് എന്തെങ്കിലും നമ്മളെപ്പോലുള്ള ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നവരിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള ഭാവമാണ്. അങ്ങനെ പ്രേം ഇന്നലെ ഒരു ആദ്യമായിട്ട് പത്രസമ്മേളനം ചെയ്തു. നമുക്ക് ചെറിയ ചെറിയ പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആദ്യത്തെ അനുഭവം ആകുമ്പോഴത്തേക്ക് നമുക്കതൊരു കോർഡിനേറ്റായിട്ട് പറയാൻ പറ്റിയില്ല. എങ്കിലും പ്രേംകുമാറിൻ്റെ സാന്നിധ്യത്തിൽ അത് ഭംഗിയായി ചെയ്യാൻ പറ്റി. അതുകൊണ്ട് പ്രത്യേകം നന്ദി പറയുകയാണ് പ്രേംകുമാറിന്. ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വേദിയിലിരിക്കുന്ന എൻ്റെ സഹപാഠികളെന്നോ സുഹൃത്തുക്കളെന്നോ സഹോദരങ്ങളെന്നോ പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ അമ്മമാരോ സഹോദരിമാരെന്നോ കൂടപ്പിറപ്പെന്നോ പറയാൻ പറ്റുന്ന നിങ്ങളെ എല്ലാവരുമാണ്. നിങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളെപ്പോലുള്ളൊരു 5 ഓഫീസും നടന്നു പോകുന്നത്. അല്ലാതെ കുറേ VIP ആയിട്ടുള്ള ഡോക്ടേഴ്സോ എഞ്ചിനീയറായ കുറേ കസ്റ്റമർ ഉണ്ടായിരുന്നിട്ട് ഞങ്ങൾ 5 ഓഫീസും തുറന്നു വെച്ച് കുറച്ച് സ്റ്റാഫുകളായിട്ട് ഇരുന്നാൽ പറ്റില്ല. അതേപോലെ തന്നെ ഞാനൊരു 1500 ജോലിക്കാരുമായിട്ട് 5 ഓഫീസിൽ ഇരുന്നാലും പറ്റൂല. 2 പാർട്ടിക്കാരും വേണം. അപ്പം എൻ്റെ എല്ലാമായ എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എൻ്റെ സഹോദരിമാരടുത്ത് ഞാൻ അവരെ ഓണാശംസകൾ ഒരിക്കൽ കൂടി സന്തോഷപൂർവ്വം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ ഗുരുവായൂരപ്പൻ അസോസിയേഷൻ്റെ എല്ലാമായ ശ്രീ അനിൽകുമാർ, വേദിയിലുള്ള മറ്റ് സമാരാധ്യരെ, സദസ്സിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ, അഭിവാദനങ്ങൾ, പ്രാർത്ഥനകൾ അർപ്പിക്കുകയാണ്. അനിൽകുമാർ ഞാനുമായിട്ട് വളരെ നീണ്ട വർഷത്തെ പരിചയമുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് എന്നെ ഇങ്ങനൊരു യോഗത്തിന് വിളിക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. എനിക്കറിയാം നിങ്ങളുടെയൊക്കെ മനസ്സിനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല ഉള്ളത്. നിങ്ങൾ കണ്ടിട്ടുള്ള സീരിയലുകളും സിനിമകളിലും ഒക്കെ സ്ഥിരമായിട്ട് കള്ളുകുടിയനായിട്ടും പെണ്ണുകുടിയനായിട്ടും ആഭാസനമായിട്ടൊക്കെയാണ് ഞാൻ അഭിനയിക്കുന്നത്. ഞാനൊരു ബലാത്സംഗ നടനാണെന്നാണ് പലരും നാടൻ. അതിനുള്ള ഭാഗ്യം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുമില്ല. ഒരുപാട് ബലാത്സംഗ സിനിമകളിൽ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒഴിഞ്ഞു മാറി. അന്നൊന്നും എനിക്കങ്ങനെ തോന്നിയിരുന്നില്ല. വയസ്സുകാലത്ത് തോന്നിയപ്പോൾ ആരും ഇട്ട് റോള് തരുന്നതുമില്ല. ആ അവസ്ഥയാണ് എനിക്കിപ്പോൾ ഉള്ളത്. പിന്നെ ഇതിപ്പോൾ നിങ്ങളുടെ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സദസ്സായത്. നിങ്ങളുടെ വീട്ടുജോലിക്കെന്ന് പറയപ്പെടുന്ന ജോലി, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന ജോലി, അല്ലെങ്കിൽ ആശുപത്രികളെ രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു ജോലി എന്നൊക്കെ പറയുന്നത് ഞാൻ പറയും ഏറ്റവും കൂടുതൽ മഹത്തരമായ ജോലികളിൽപ്പെട്ട ഒന്നാണെന്നാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സഹായിക്കുവാനും സഹകരിക്കുവാനും മറ്റുള്ളവരുടെ തെറ്റുകളോട് ക്ഷമിക്കുവാനുമാണ് ദൈവം നമ്മളെ ജനിപ്പിച്ചിട്ടുള്ളത്. ചിലർ അങ്ങനെയായി പോകുന്നു, ചിലർ ഇങ്ങനെയായി പോകുന്നു. നിങ്ങളുടെ തലവിധി വീട്ടുജോലിയെടുത്ത് ജീവിക്കാനാണ്. അതൊരു മോശമായ ജോലിയാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാര്യം എൻ്റെ ജീവിതത്തിൽ ജോലിക്ക് ഇന്നോടെ കണക്കെടുത്ത ഒരുപാടുണ്ട്. കാര്യം എൻ്റെ വീട്ടിൽ നിൽക്കത്തില്ല. എന്നെ പേടിച്ചല്ല, എൻ്റെ ഭാര്യയെ പേടിച്ചു. ഭാര്യ ഒരു 4-5 ദിവസത്തിൽ കൂടുതൽ നിർത്തത്തില്ല. കാര്യം ഈ വീട്ടിൽ വേലയ്ക്ക് വരുന്ന സ്ത്രീകളല്ലേ പെൺകുട്ടികളെന്ന് പറയുന്നത് ഏതോ തരത്തിൽ മോശക്കാരാണെന്ന് ധരിച്ചിരിക്കുന്ന ഒരു വൃത്തികെട്ട ഗ്രഹനാഥ വർഗം നമുക്ക് ചുറ്റുമുണ്ട്. പല വീട്ടുകളിലും അങ്ങനെയാണ്. പലരും തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ. എൻ്റെ വീട്ടിലും അതിന് ഭിന്നമൊന്നുമല്ല. 5-6 ദിവസം എനിക്ക് വരുന്നതെന്നേ പറയുന്നത് കാര്യമൊക്കെ ശരിയായി. ഇവിടുത്തെ സാറുമായിട്ട് കൂടുതൽ ചങ്ങാത്തൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ ആണ് ശരിയല്ല. ആദ്യമേ ആ ഒരു കണ്ണി കൂടെ അങ്ങാണ് നോക്കുന്നത്.
അപ്പോൾ അവർക്കും ഒരു ഭയമാണ്, ഇനി ഇങ്ങനെ എന്നെ കയറി പിടിക്കുമോ, ഇപ്പോഴത്തെ വാക്ക് പീഡിപ്പിക്കുമോ. ഞാൻ അവരെ പേടിച്ച് കഴിയുന്ന ഒരാളാണ്, പൊതുവിൽ ജോലിക്ക് വരുന്നവരെ പേടിച്ച് കഴിയുന്ന ഒരാളാണ്. അങ്ങനെ കുറച്ച് അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ പിൽക്കാലത്ത് ഓരോരുത്തരുടെ കഥകൾ ഞാൻ കേൾക്കുമ്പോൾ വീട്ടുജോലിക്കാർ വരുന്നവരുടെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഇത്രയധികം സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന, എന്നാൽ ഒരുപാട് ദുഃഖങ്ങളുമായിട്ട് ഗതികേട് കൊണ്ടാണ് നിങ്ങൾ ഇതിൻ്റെ വീട്ടിലെ പാത്രം കഴുകാൻ വരുന്നത്, തുണിയെടുക്കാൻ വരുന്നത്. ഇതും എനിക്കറിയാം. ഇപ്പം എന്നെ നോക്കുന്ന ഒരു കുട്ടിയുണ്ട്, ഒരു വീട്ടുജോലിക്കാരിയാണ്. വയസ്സുകാലത്ത് എൻ്റെ ഭാര്യയും മകളും ഒക്കെ എന്നെ ഉപേക്ഷിച്ച് നോക്കുമ്പോൾ, ക്യാൻസർ പൊടിപെട്ട് ഒരുപാട് അസുഖങ്ങളിൽ പൊടിപെട്ട് ഞാൻ കഷ്ടപ്പെടുമ്പോൾ എന്നെ നോക്കാനും വീട്ടുജോലിക്ക് എന്ന് പേര് പറയുന്ന അവരെ ഉണ്ടായിരുന്നു. ഞാൻ അവസാനം ഒരു കുട്ടിയെ ഞാൻ ദത്തെടുത്തു. വീട്ടുജോലിക്കുള്ള ഒരു കുട്ടിയാണ്, തൃശ്ശൂരുകാരിയാണ്. അതിൻ്റെ കഥ ഞാൻ ഓരോ ദിവസവും കേൾക്കാറുണ്ട്. വേദനിപ്പിക്കുന്ന കഥകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു നോവലാക്കണമെന്ന്. ഞാൻ തുറന്നു പറയാം, ഇതുവരാരും തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയുടെ കഥ കേട്ട് ഞാനൊരു നോവൽ എഴുതി. ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരു നോവൽ എഴുതി. ഞാനൊരു സാധാരണ എഴുത്തുകാരനാണ്, ഒരുപാട് കൃതികളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, തമാശകളെല്ലാം. പക്ഷേ ഒരു നോവൽ എഴുതണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം എനിക്കുണ്ടായത് ഈ കുട്ടിയുടെ കഥകൾ കേട്ടിട്ടാണ്. 3-ാമത്തെ വയസ്സിൽ അമ്മ മരിച്ചു, 5-ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചു. രണ്ടുപേരും അച്ഛനമ്മ നഷ്ടപ്പെട്ട് ആ കുട്ടിയുടെ 5-ാമത്തെ വയസ്സിൽ കുട്ടിയുടെ ചുമതല ഒരു അമ്മാവനും അച്ഛൻ്റെ പെങ്ങൾ അപ്പച്ചിക്കും അമ്മാവനും ഏറ്റെടുത്തു. 5-ാമത്തെ വയസ്സ് മുതൽ ആ കുട്ടി വീട്ടുജോലിക്ക് പോകാൻ നിയുക്തയായി. കുട്ടികളെ എടുപ്പാണ് ജോലി. ആകപ്പാടെ 3.5 അടി നീളമുണ്ട് ആ കുട്ടിക്ക്. കറുത്തതാണ് കുട്ടി. എൻ്റെ വീട്ടിൽ വന്ന ആർക്കും കാണാം, ഇപ്പോഴും ഉണ്ട്. ഒരു കറുത്ത സുന്ദരിയാണ്, കറുത്ത മുത്താണെന്ന് ഞാൻ ഇടയ്ക്ക് വിളിക്കും. ആ കുട്ടികളെ എടുത്ത് ഒക്കത്ത് വെച്ച് നടന്ന് അതിപ്പോൾ മോഹൻലാലിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നത്, ഒരു സൈഡ് അതായിപ്പോയി. ആ കുട്ടി വളർന്ന് ഒരു വീട്ടിൽ നിന്ന് മറ്റു വീടുകളിലേക്ക്, പ്രായമായപ്പോൾ മറ്റു വീടുകളിലേക്ക്, അവിടെ നിന്ന് പീഡനശ്രമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഓരോ വീടുകളിൽ നിന്നും അനുഭവിച്ച അവസാനം ഇതിനെ എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും തലയിൽ വെക്കാം എന്നുദ്ദേശിച്ച് അതിനെ വിവാഹം കഴിക്കാനായിട്ട് തീരുമാനിച്ചു. ഈ അപ്പച്ചി അമ്മാവനും കൂടെയാണ്. അമ്മാവൻ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ടവൻ. ഈ കുട്ടിയെ പ്രായമായപ്പോൾ നോട്ടം വന്നു. നോക്കിക്കോണം, ചിന്ത നോക്കിക്കോണം. ആ കുട്ടിയെ ഒരിക്കൽ കയറി പിടിക്കാൻ നോക്കി അമ്മാവൻ, അപ്പച്ചിയുടെ ഭർത്താവ്. ആ കുട്ടി അവിടെ ഇരുന്ന ഒരു വെട്ടുകത്തി എടുത്തൊരൊറ്റ വെട്ട് വെച്ചു കൊടുത്തു. കൈ മുറിഞ്ഞില്ല, ഏശി. ആരോടും പറയരുത്, ഞാൻ പിടിച്ച കാര്യവും വെട്ടിയ കാര്യവും ആരോടും പറയരുതെന്ന് പറഞ്ഞു. ആ കുട്ടിയെ അവിടെ നിന്ന് പാക്ക് ചെയ്ത് വേറെ വീട്ടിലേക്ക് അയച്ചു. എൻ്റെ പൊന്നു സഹോദരിമാരെ, 15-ാമത്തെ വയസ്സിൽ ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ആ കുട്ടിയെ വിവാഹം കഴിക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്തു. കുട്ടിക്ക് അഭിപ്രായമൊന്നുമില്ല, ആരുമില്ല, വേറെ ആരുമില്ല, മക്കളില്ല, ഭർത്താവില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല. ഈ 2 പേരേ ഉള്ളൂ. പേര് തന്നെ വിളവ് തിന്നുന്ന ഒരു കാലഘട്ടം. ആ കുട്ടി ഒരാളെ കണ്ടു, ചെറുപ്പക്കാരനെ കണ്ടു, ഒന്നും പറഞ്ഞില്ല, നിസ്സംഗയായി നോക്കിയിരുന്നു. കണ്ണു നിറഞ്ഞു. താലോലിക്കാനോ ആശ്രമിക്കാനോ ഒന്നുമില്ല. ആ കുട്ടിക്ക് വന്ന ആൾക്കാർക്ക് 10-22 വയസ്സുണ്ട്. ഈ കുട്ടിക്ക് 10-15 വയസ്സേ ഉള്ളൂ. വിവാഹം ഉറപ്പിച്ചെന്ന് വിവാഹ മണ്ഡപത്തിലേക്ക് അമ്മാവിയും അപ്പച്ചനും ഒക്കെ പിടിച്ചുകൊണ്ട് വന്നു. പക്ഷേ ഈ കുട്ടി ഞെട്ടിപ്പോയി. വിവാഹവേദിയിൽ ആ കല്യാണ പന്തലിരിക്കുന്ന വേറൊരു പുരുഷനാണ്. മറ്റൊരു പുരുഷനെയാണ്, മറ്റു പ്രായം ചെന്ന ഒരു പുരുഷനാണ്. അയാളുടെ ചരിത്രം ആ കുട്ടിക്ക് അറിയില്ല. അദ്ദേഹം വിവാഹിതനാണ്. അതിനെ കളഞ്ഞിട്ട് സ്വന്തം കുഞ്ഞമ്മയെ ഇപ്പോൾ വിവാഹം കഴിച്ചില്ല വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷണം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത്ര കണ്ട് വൃത്തികെട്ട ഒരു മനുഷ്യൻ്റെ തലയിലേക്ക് ഈ കുട്ടിയെ വെച്ചു കൊടുക്കുക. ജീവിക്കുന്ന ആളാ എൻ്റെ വീട്ടിലുണ്ട്. അവിടുന്ന് ആദ്യ രാത്രിയിൽ വീട് ചെന്നു. ഓല വീടൊക്കെയാണ്. ഈ തട്ടാർ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. ആ ഓല വീട്ടിൽ ഭിത്തികളൊന്നുമില്ല. ഈ തേങ്ങ ഓലകൾ കൊണ്ട്, തെങ്ങിൻ്റെ ഓല കൊണ്ട് മറച്ച മുറികളാണ്. രാത്രി 10 മണിയായി, 11 മണിയായി, 12 മണിയായി ഭർത്താവിനെ കാത്തിരിക്കുന്ന ഈ കുട്ടി കേൾക്കുന്നത് അടുത്ത മുറിയിലെ അടക്കി പിടിച്ചുള്ള സംസാരങ്ങളും ചിരിയും കളിയും ഒക്കെയാണ്. മണ്ണെണ്ണ വിളക്ക് തീർന്നു, ഇരുട്ടു. ഈ കുട്ടി ആ അടുത്ത വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ സ്വന്തം അന്ന് കല്യാണം കഴിച്ചിരുന്ന ഭർത്താവ്
സഹോദരൻ്റെ ഭാര്യയുമായിട്ട് രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. നോക്കിക്കൊണ്ട് എത്ര ഹൃദയം തട്ടുന്ന കാഴ്ചയാണ് ആ കുട്ടിക്ക് അനുഭവമാണ്. അന്ന് തീർന്ന അവരുടെ വിവാഹബന്ധം. എങ്ങനെയൊക്കെ കുറച്ച് കാലങ്ങൾ പീഡനങ്ങൾ, ആത്മഹത്യാശ്രമങ്ങൾ, കൊലപാതക ശ്രമങ്ങൾ, അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ കഴിഞ്ഞ അവസാനം എല്ലാം കളഞ്ഞ് ഈ കുട്ടി ഒരു ആശ്രമത്തിൽ അഭയം തേടി. അപ്പോഴത്തേക്ക് 40 വയസ്സ് കഴിഞ്ഞു. ഒരാശ്രമത്തിൽ ഞാനൊരിക്കൽ ഇതുപോലൊരു പരിപാടിക്ക് വേണ്ടി ചെല്ലുമ്പോൾ ഞാനവിടെ സ്വാമിജിയോട് പറഞ്ഞു, സ്വാമി, എനിക്കൊരു കുട്ടിയെ ആവശ്യമുണ്ട്. എൻ്റെ വീട് നിൽക്കാൻ മുമ്പ് 1-2 കുട്ടികളും ചില കാരണങ്ങളാൽ അവർ പോയി, എനിക്ക് കുട്ടിയെ വേണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വാമിജി പറഞ്ഞു, ഇവിടെ ഒരു കുട്ടിയുണ്ട്, ഇങ്ങനൊരു കുട്ടിയുണ്ട്, സ്വാമി ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം. ഞാൻ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചപ്പോൾ ഒരു കറുത്ത രൂപം കണ്ടായിരുന്നു, ആർക്കും സൗന്ദര്യമൊന്നുമില്ല. എങ്കിലും ഞാൻ പറഞ്ഞു, ആ കുട്ടിക്ക് എന്നോട് എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റുമോ എന്ന് എൻ്റെ വീട്ടിൽ വന്ന് ഒരാഴ്ച നിന്നിട്ട് ഞാൻ പറയും, ആ കുട്ടിയും പറയണം, എൻ്റെ കുഴപ്പമില്ല, ഞാനിവിടെ നിന്ന്. അപ്പോൾ കൊല്ലം തുളസിന്ന് കേട്ടപ്പോഴേ അതിൻ്റെ മനസ്സാകപ്പാട്, അയ്യോ, എന്നെ കണ്ടിട്ടുള്ള മറ്റേ വേഷങ്ങളിലാണല്ലോ. നിങ്ങളീ പറഞ്ഞ ദുഷ്ടനും വില്ലനും വൃത്തികെട്ട രാഷ്ട്രീയക്കാരനും ബലാത്സംഗ വീരനും അവർ കണ്ടുപോയി. അപ്പോൾ ആ കുട്ടിക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറയും, സാരമില്ല, ഞാൻ പൊക്കോളാം, എനിക്ക് ഇവിടെ നിന്നും ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. അങ്ങനെ വീട്ടിൽ ഞാൻ വിളിച്ചുകൊണ്ട് വരികയും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വിടുകയും ചെയ്തു. പോയിട്ട് ആലോചിച്ചിട്ട് വരണം. അങ്ങനെ 2 ആഴ്ച ആലോചിച്ച് ഞാൻ വീണ്ടും വന്നു. അങ്ങനെ ആ കുട്ടി എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട്, 7 വർഷമായി. അതിൻ്റെ ഓരോ കഥകളും ഞാൻ കേട്ട് എഴുതിയതാണ് ജ്ഞാനപുരാണം എന്ന എൻ്റെ നോവൽ. നിങ്ങളെപ്പോലുള്ളവർ വായിക്കേണ്ട ഒരു ബുക്കാണ്. ആ കുട്ടി കടന്നു വന്ന വഴികൾ, നിങ്ങളിൽ കടന്നു വന്ന വഴികളിൽ പലതും കാണും. നിങ്ങളുടെ ഓരോരുത്തരെയും കഥകൾ ഉണ്ടായിരിക്കാം. പക്ഷെ അവൾ ഒരു ഗുണമുണ്ടായിരുന്നു. എന്തെല്ലാം എതിർപ്പുകൾ ഉണ്ടായിട്ടും എന്തെല്ലാം തടസ്സങ്ങളുണ്ടായിട്ടും അതിനെല്ലാം അതിജീവിച്ച് ഒടുവിൽ അവസാനം അത് നല്ല ഒരു സംഘത്തിൽ ഞാൻ തന്നെ പറയും, കുഞ്ഞെ, നീ നല്ല ഒരു സംഘത്തിലാണ് നീ വന്നിരിക്കുന്നത്, ഒരു കുഴപ്പമില്ല. നിന്റെ മരണം വരെ ഞാൻ നിന്നെ നോക്കും, മറിച്ച് നീ എന്നെയും മരണം വരെ നോക്കണം. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു ധാരണയെത്തി 8 വർഷമായിട്ട് എൻ്റെ വീട്ടിലുണ്ട്. ആ കുട്ടിയുടെ രക്ഷയ്ക്ക് വേണ്ടി, ഭാവി കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു തുകയും ബാങ്കിലിട്ടിട്ടുണ്ട്. ഇതെൻ്റെ വീരകൃത്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി പറയുകയല്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്നിൽ ഓരോ കഥകളുണ്ട്, ഓരോ പശ്ചാത്തലങ്ങളുണ്ട്, ഓരോ ദുഃഖങ്ങളുണ്ട്. നിങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നിർത്തിയിരിക്കുന്ന നിങ്ങളെ ആശ്രയിച്ച് കൂടെ കൊണ്ടുചേർക്കുവാനും നിങ്ങൾ അർഹമായ ജോലികൾ വാങ്ങിത്തരുവാനും ഈശ്വരനാൽ നിയോഗിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് ഈ ഗുരുവായൂരപ്പൻ അസോസിയേഷൻ എന്ന് പറയുന്നത്. എൻ്റെ അമരക്കാരൻ അനിൽകുമാറിന് തീർച്ചയായിട്ടും അതിനോടുള്ള നിങ്ങളോടുള്ള അനുകമ്പ കൊണ്ടാണ്. അത് ജോലി കിട്ടാൻ അസാധ്യമല്ല. ഞാൻ തിരുവനന്തപുരത്ത് ഇവിടെ വരുന്നവരെ ജോലിക്കാരും വീട്ടിൽ നിന്ന് ജോലിക്കാരും നാട്ടിൻ പ്രദേശത്ത് ഗ്രാമപ്രദേശമൊക്കെയാണ്. അവിടെ നിന്നും വീട്ടിൽ ജോലിക്ക് ആവശ്യമില്ല, കൂട്ടുകുടുംബങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആദ്യമേ എനിക്ക് ജോലി ചെയ്യാൻ, എൻ്റെ ഭാര്യയ്ക്ക് ജോലിയായിരുന്നു. തൊട്ട് സ്ഥാപനം റെയിൽവേയിൽ ഡിവിഷണൽ ഓഫീസിൽ ജോലിയാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു ജോലിക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടായി. ഞാൻ അന്വേഷിച്ചപ്പോൾ തിരുവനന്തപുരത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം വീട്ടുജോലിക്കാരും പിന്നെ നമ്മുടെ സൂര്യകൃഷ്ണമൂർത്തിയുടെ അവിടെ ഒരു മെമ്പർഷിപ്പ് വന്നാൽ അത്ര പ്രയാസം. സൂര്യകൃഷ്ണമൂർത്തിയുടെ സൂര്യബസ് വേണം മെമ്പർഷിപ്പ് ഇടാൻ പാടാണ്. പക്ഷെ ഇവിടെ ജോലിക്കാരെ കിട്ടാൻ പാടാണ്. അങ്ങനെ ജോലിക്കാർ ഓരോരുത്തർ വരും. ഓരോരുത്തർ നമ്മളെ എന്നെ കാണുമ്പോൾ ചെല്ലും, ഇവിടെ നമുക്ക് വേണ്ടപ്പാ. എൻ്റെ സ്വഭാവം എന്തെന്നറിയാതെ തന്നെ അവർ പറയും, വേണ്ട, ഇയാൾ ശരിയാവത്തില്ല. ഭാര്യ ശരിയാവത്തെന്ന കാര്യം എനിക്കറിയാം, പക്ഷെ പറയാൻ പറ്റൂ. അങ്ങനെ വരും, വന്നു പോവും. അങ്ങനെ പരസ്പരക്കാരുണ്ട്, പല സ്വഭാവക്കാരുണ്ട്, അല്പം മോഷണ സ്വഭാവമുള്ളവരുണ്ട്, അല്പം മറ്റു ചില താല്പര്യങ്ങളുള്ളവർ പലതുണ്ട്. പക്ഷെ നിങ്ങളിവിടെ കൂടിയിരിക്കുന്നവരെല്ലാം സത്യസന്ധമായി ജോലി നോക്കുന്നവരാണ്. ഇതൊരു സേവന മാർഗമാണെന്നും ഒരു ഈശ്വര ഇച്ഛയുടെ ഭാഗമായി മറ്റുള്ളവരെ സഹായിക്കുവാനും സേവിക്കുവാനും നിയുക്തരായിട്ടുള്ളവരുമാണ് നിങ്ങൾ എന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമായി അറിയാം. ഈശ്വരൻ നമ്മളെ സൃഷ്ടിച്ചത് മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കുവാനും സഹകരിക്കുവാനും മറ്റുള്ളവരുടെ തെറ്റുകളെ ക്ഷമിക്കുവാനുമാണ് നമ്മൾ ഈശ്വരൻ പറയുന്നത്. അങ്ങനെ മറ്റുള്ളവരെ സേവിക്കുക എന്നുള്ളത് വ്രതമായെടുത്ത് ഏറെക്കുറെ സത്യസന്ധമായിട്ട് പോകുന്ന ആശയ കേന്ദ്രമായി ഈ ഗുരുവായൂരപ്പൻ അസോസിയേഷൻ നിൽക്കുമ്പോൾ എൻ്റെ അമരക്കാരനായ ശ്രീ അനിൽകുമാർ
ചെയ്യുന്ന ഈ പുണ്യകർമ്മങ്ങൾക്ക് എല്ലാവിധ ഈശ്വര അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം വളരെ വളരെ സന്തോഷം നിങ്ങളുടെ ഓരോരുത്തരും മുഖം കാണുമ്പോൾ. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും വിഷമം, നിങ്ങൾ ചെയ്യുന്നൊരു മഹത്തായ സേവനമാണ്. ഒരാളിന് ആൾ വേണ്ടേ? ഇന്ന് ഞാൻ പറയുന്ന എൻ്റെ വീട്ടിൽ നിൽക്കുന്ന കുട്ടികൾ ആശുപത്രിയിൽ കിടന്നു, ഈ തൈക്കാട് ആശുപത്രിയിൽ അതിൻ്റെ യൂത്ത് സമുദായ യോഗത്തിന് വേണ്ടി കൂടെ നിൽക്കാൻ ഒരാളിനെ വേണം. അപ്പോൾ ആ കുട്ടിക്ക് ഒരു വിഷമം, എന്നെ നോക്കാൻ ആളോ? ഞാനിതുപോലുള്ള രോഗികൾക്ക് കൂട്ടിരുന്നതാണ്, എന്നെ നോക്കാൻ ഞാൻ വിഷമിക്കണ്ട. ഒരാളെ വിളിച്ചു, ശമ്പളം കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. 1500 ചോദിക്കും, മറ്റേ സാറായതുകൊണ്ട് 1000 തന്നാൽ മതി. അപ്പോൾ ഞാൻ കണക്കൂട്ടി 1000 രൂപയോ? ഒരു മാസം 30,000 രൂപ കിട്ടിയാൽ കൊള്ളാമല്ലോ. എനിക്ക് പോലും ഇത്ര ശമ്പളം ഇല്ലായിരുന്നല്ലോ, പെൻഷൻ ഇല്ലായിരുന്ന ആലോചിക്കും. 1500 ചോദിച്ചാലേ 1000 കിട്ടും. ഏതായാലും നിങ്ങൾ ഈശ്വര തുല്യരാണെന്ന് തന്നെ ഞാൻ പറയും. ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയവരാണ്. നിങ്ങൾ കിട്ടുന്ന ജോലിയെക്കുറിച്ച് ഒരു അപകർഷതാബോധവും ഒരു കുറ്റബോധം ഒന്നും തോന്നരുത്. നിങ്ങൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി, അവിടെയാണ് ചെയ്യുന്ന ജോലി ആത്മാർത്ഥകരമായിരിക്കണം, സുതാര്യമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. അത് ഈശ്വരൻ നിങ്ങളോടുണ്ടാവും. ഈശ്വരനെ ഇപ്പം നമ്മളെ കാണിക്കാതെ ചില കള്ളത്തരങ്ങൾ കാണിച്ചാൽ ഈശ്വരൻ അത് കാണും. അപ്പോൾ ഈശ്വരന് കാണുന്നതൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യാവൂ. ഈശ്വരൻ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങളുടെ ഭാവിക്കെല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു വിട്ടുപോകും. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാവരുടെയും മനസ്സിൽ ഒരു തുളസി കതിർ സമ്മാനിച്ചുകൊണ്ട് ഈ യോഗം ഞാൻ ഉദ്ഘാടനം ചെയ്തേ പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും സർവൈശ്വര്യങ്ങൾ നേർന്നു. പ്രത്യേകിച്ച് എന്നെ വിളിച്ച് ശ്രീ അനുകുമാരനും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാകും. ഗുരുവായൂരപ്പൻ എല്ലാ മാസവും അദ്ദേഹം ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് എന്നെ കൂടെ മാസം തോറും കൊണ്ടുപോകണം. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, ഇനി ഒരുപക്ഷെ കോമോദനപ്പോടൊപ്പം എന്നെയും കൂടെ കൂട്ടുചേർത്ത് കൊണ്ടുപോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ നന്മകളും ഒരിക്കൽ കൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാം മനസ്സിലുള്ള ആഗ്രഹം സഫലീകൃതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ ആത്മാർത്ഥമായി വളർത്തിക്കൊണ്ടുവരണം. കാര്യം ഈ സ്ഥാപനം ഉണ്ടെങ്കിലേ നിങ്ങളുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഒരു സ്ഥാപനം കൂടിയാണെന്നൊരു തോന്നലോടുകൂടി അനിൽകുമാറിൻ്റെ കരങ്ങൾക്ക് ശക്തി കൊടുത്തുകൊണ്ട് അനിൽകുമാറിനോടൊപ്പം നമുക്കെല്ലാം ഒരുമിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. നമസ്കാരം. ഗുരുവായൂരപ്പൻ അസോസിയേറ്റ്സിൻ്റെ എല്ലാമാണ്. ഞാൻ സഹോദരങ്ങൾക്ക് ശേഷം സ്നേഹിക്കുന്ന ശ്രീ അനിൽകുമാർ. വളരെ കാലമായിട്ട് എൻ്റെ സുഹൃത്തായി എന്നോടൊപ്പം ഞങ്ങളൊരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ശ്രീ കൊല്ലം തുളസി, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരി ശ്രീമതി ജീജ സുരേന്ദ്രൻ, ശ്രീ റോബർട്ട് സാർ, ഈ വേദിയിലിരിക്കുന്ന മറ്റു പ്രമുഖരെ, ഈ സദസ്സിലിരിക്കുന്ന സ്നേഹമുണ്ട്. ഈ കറിയിൽ ഉപ്പ് എന്ന് പറഞ്ഞ പോലെ എല്ലാ ഫംഗ്ഷനിലും ഞാൻ ഉണ്ടാവും. കഴിഞ്ഞ കുറേ ഫംഗ്ഷൻ എല്ലാ വർഷവും ഞാൻ ഇവിടെ ഉണ്ട്. ഈ ഓണക്കോടി വിതരണം എല്ലാത്തിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം വിളിച്ചു. സാധാരണ ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്നത് മാസത്തിലൊരിക്കലാണ് ആൾക്കാർ കാണാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു അനിൽകുമാർ മാസത്തിൽ 2-3 പ്രാവശ്യം പോകുന്നുണ്ട്. പോകുമ്പോഴൊക്കെ ഗുരുവായൂരപ്പൻ്റെ പ്രസാദം എനിക്ക് കൊണ്ട് തരികയും ചെയ്യും. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം അനിൽകുമാറിന് കിട്ടുന്നതിൻ്റെ ഒരു ഭാഗം എനിക്കും കൂടെ കിട്ടുന്നുണ്ട്, ഞാൻ പോയില്ലെങ്കിൽ. അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരു സമ്പൽ സമൃദ്ധമായ സന്തോഷപ്രദമായ ഒരു ഓണം ആശംസിച്ചുകൊണ്ട്, അതുപോലെ നമ്മുടെ ഗുരുവായൂരപ്പൻ അസോസിയേറ്റ്സിലെ എല്ലാ സാറ് നിങ്ങളുടെ എല്ലാ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓരോ മീറ്റിങ്ങിലും ഞങ്ങളെല്ലാ കാര്യങ്ങളും മീറ്റിംഗ്. അപ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ സാർ ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയും, അവർക്ക് ഇങ്ങനെയാണ്, അവരിങ്ങനെ വന്ന് നിൽക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു, സാർ നമ്മൾ ചെയ്യുന്ന കാര്യം കറക്റ്റായിട്ട് പോവുക. അപ്പോൾ നാളെ ഇപ്പോൾ എന്ത് വന്നാലും നമുക്കത് നേരിടാം. നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആരുടെ മുന്നിലായാലും നമുക്ക് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ മാത്രമാണ് നിങ്ങൾക്ക് സാലറി ഇപ്പം എല്ലാം ആ ബാങ്ക് അക്കൗണ്ട് ത്രൂ വന്നിരിക്കുന്നത്. സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ അസോസിയേറ്റിൻ്റെ വിളിക്കുന്ന പരിപാടികൾക്കെല്ലാം വരാറുണ്ട്. ഒരു പരിപാടിക്ക് മാത്രമേ എനിക്ക് വരാൻ പറ്റാതിരുന്നിട്ടുള്ളൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ അനിൽ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നു. ഇതൊരു ജോലിയായി ഈ കമ്പനി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ കൂടിയും ചാരിറ്റി ചെയ്യുന്നതിൽ മുൻതൂക്കം നൽകുന്ന അനിലിൻ്റെ ഹൃദയത്തെയാണ് ഞാൻ സ്നേഹിച്ചത്. സ്വന്തം സഹോദരനോട് പറയുന്നത് പോലെ എന്ത് കാര്യം തുറന്ന് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അനിൽ പാറശാല ബാലികാ മന്ദിരത്തിൽ
ഭക്ഷണം നൽകാനായിട്ട് പോകുമ്പോൾ എന്നെയും കൂട്ടിപ്പോയായിരുന്നു. അനിലിന് ഓർമ്മയുണ്ടാകും. അവിടുത്തെ 74 കുട്ടികളും ഈ മുന്നിലിരിക്കുന്ന അമ്മമാരെ പോലെ അവരെ കെയർ ടേക്ക് ചെയ്യുന്ന അമ്മമാരും ആ ദിവസം മരിക്കുന്നത് വരെ മനസ്സിൽ നിന്നും പോകുന്നതല്ല. കാരണം സ്വന്തം അച്ഛ, അമ്മ എന്ന് വിളിക്കാൻ ആളില്ലാത്ത മക്കൾക്ക് അന്നം നൽകി തിരിച്ചു വരുമ്പോൾ അമ്മേ എന്ന് ആ കുഞ്ഞുങ്ങൾ നമ്മളെ വിളിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ വേദന അതൊരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ആ കുഞ്ഞുങ്ങൾക്ക് അന്നം നൽകുക, വിദ്യാഭ്യാസത്തിനുള്ള സംഭവങ്ങൾ, ബുക്ക്, യൂണിഫോം, ചെരുപ്പ്, ബാഗ് ഇതെല്ലാം വർഷങ്ങളോളം നൽകുക, ഇതെല്ലാം ഏറ്റെടുത്ത് അനിലിനെ ഓർത്തുകൊണ്ട് തന്നെ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ അനിൽ വിളിക്കുമ്പോൾ സമയമുണ്ടെങ്കിൽ ഓടി വരേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണെന്ന് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് ജീവിക്കുന്ന എനിക്ക് ഗുരുവായൂരപ്പൻ അസോസിയേറ്റിനോടുള്ള ഒരു കടമയാണെന്ന് വിശ്വസിക്കുന്ന ജിജ സുരേന്ദ്രൻ. നിങ്ങളെപ്പോലുള്ള ജോലിക്കാരികൾ എന്ന് നിങ്ങളെ എല്ലാവരും വിളിക്കുമ്പോഴും നിങ്ങളെപ്പോലുള്ള നിങ്ങളുടെ സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുന്ന അഭിമാനത്തോടു കൂടി നിങ്ങളെ കാണുന്ന ഒരുപാട് അനുഭവങ്ങളുള്ള സ്ത്രീകളാണ് നിങ്ങളെല്ലാവരും. പല വീടുകളിലും ചെന്ന് എന്തെല്ലാം ഫേസ് ചെയ്തിട്ടുണ്ടാകും എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഷെയർ ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതുമായ എല്ലാ അനുഭവങ്ങളും ഉണ്ടാകും. എന്നോട് തന്നെ 1-2 സ്ത്രീകൾ അത് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ പുറം നാടുകളിൽ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഏത് ജോലിക്കും അഭിമാനമുണ്ട്. കോവിഡിന് ശേഷമാണ് ശരിക്കും നമ്മുടെ നാട്ടിൽ നേഴ്സുമാർക്കും നിങ്ങളെപ്പോലുള്ള ജോലി ചെയ്യുന്നവർക്കും അഭിമാനം എന്നൊരു സംഭവം ഉണ്ടായത്. അതുണ്ടാക്കിയെടുക്കേണ്ടത് നിങ്ങളുടെ തന്നെ ഡ്യൂട്ടിയാണ്. കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തീർച്ചയായിട്ടും ബോൾഡായിട്ട് നിന്ന് നമ്മൾ സ്ത്രീകളാണെന്ന് നമ്മുടെ മനസ്സിൽ ഒരിക്കലും തോന്നരുത്. നമ്മുടെ അന്നത്തിനുള്ള ജോലി ഒരു ഡോക്ടർ ചെയ്യുന്നുണ്ടോ, നേഴ്സ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ നമ്മളെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് മറ്റുള്ളവർ കഴിവ് വേണ്ടവർക്ക് കൊടുക്കാൻ സാഹചര്യമുള്ളവർ നമ്മളുടെ സഹായം ചോദിച്ചുകൊണ്ട് നമ്മുടെ സർവീസ് അവർ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും അഭിമാനികൾ തന്നെയാണ്. നാളെ ഇപ്പം ഞാനായാലും ആർട്ടിസ്റ്റ് എന്ന് ഏതോ നാട്ടിൽ നിന്നും കണ്ണൂരിൽ നിന്നുമൊക്കെ വന്ന് ഇവിടെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ പലരും സഹായിച്ചുകൊണ്ട് മാത്രമാണ്. എനിക്ക് എൻ്റേതായ ഒരുപാട് പരിമിതികളുണ്ട്. സൗന്ദര്യമില്ല, ഹൈറ്റ് ഇല്ല, കഴിവ് മാത്രമേ ഉള്ളൂ. ആ കഴിവ് അവസരങ്ങൾ കിട്ടിയാൽ മാത്രമേ നമുക്കത് ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഓരോ വീടുകളിലും അവിടുത്തെ രക്ഷിതാക്കളോടൊപ്പം, പ്രായമുള്ളവരോടൊപ്പം സ്നേഹത്തോടു കൂടി പെരുമാറി നിങ്ങളുടെ ജോലി നിങ്ങൾ വർഷങ്ങളോളം ഉറപ്പ് വരുത്തുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കുന്നു എന്നൊരു അഭിമാനം കുടുംബത്തിൻ്റെ മുന്നിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മരണം വരെ ആരോഗ്യം തരാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. ധൈര്യത്തോടുകൂടി മുന്നേറുക. ഗുരുവായൂരപ്പൻ അസോസിയേറ്റ്സിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും, അനിലിനും കുടുംബത്തോടൊപ്പം അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥന മാത്രം മതി എന്നൊരു റിക്വസ്റ്റ് മാത്രം നൽകിക്കൊണ്ട് പിൻവാങ്ങുന്നു. ജിജ സുരേന്ദ്രൻ. വേദിയിലിരിക്കുന്ന ആദരണീയരായ വിശിഷ്ട വ്യക്തികൾക്കും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. കുറച്ച് മുമ്പ് അഭിലാഷ് പറഞ്ഞതുപോലെ നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റം എല്ലാം ബാങ്കിങ് ത്രൂ മാറ്റുക എന്നുള്ളൊരു പദ്ധതിയിലോട്ട് ഗുരുവായൂരപ്പൻ അസോസിയേറ്റ്സ് എത്തിയിട്ടുണ്ട്. കുറേ പേർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് ഗുരുവായൂരപ്പൻ അസോസിയേറ്റ്സിലെ തന്നെ അക്കൗണ്ട് സ്റ്റാഫ് തന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പലർക്കും ബാങ്കിങ് ആക്സസ് ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോഴും എന്ന്. ആക്ച്വലി അതൊരു എല്ലാവരുടെയും ഒരു തോന്നലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് പഴയതുപോലെ ബാങ്കിങ് അല്ലെങ്കിൽ ബാങ്കിൽ ചെന്ന് നിങ്ങൾക്ക് ക്യാഷ് എടുക്കുക അല്ലെങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുക, ഇതൊന്നും പഴയതുപോലുള്ള ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഇല്ല. അപ്പോൾ ഈ UPI ആയാലും നമ്മുടെ ഗൂഗിൾ പേ, സാറ് പറഞ്ഞതുപോലെ ഗൂഗിൾ പേ ഇന്ന് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ ഏതൊരു ചെറിയൊരു പെട്ടിക്കടയിൽ പോയാൽ പോലും, ഒരു തട്ടുകടയിൽ പോയാൽ പോലും ഇന്ന് UPI പേയ്മെൻറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളില്ല. സോ അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷും നിങ്ങൾക്ക് നമ്മൾ എത്ര രൂപയാണ് തരുന്നത്, ഇതെല്ലാം നമ്മളെ ബാങ്കിങ് ത്രൂ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കും അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾക്കും എത്ര കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾക്കും കറക്റ്റായിട്ട് അറിയാൻ പറ്റും.
അതുകൊണ്ടാണ് ഈ ബാങ്കിങ്ങിലോട്ട് മാറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ UPI ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അല്ലെങ്കിൽ UPI കുറിച്ച് അറിഞ്ഞുകൂടാത്തവർ, നിങ്ങൾ ഏത് ബാങ്കാണോ യൂസ് ചെയ്യുന്നത്, പഴയതുപോലെ ബാങ്കെല്ലാം നല്ല ഫ്രണ്ട്ലിയാണ്. നിങ്ങൾക്ക് അതിൻ്റെ QR കോഡോ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഒരു ദിവസം ബാങ്കിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവരതിനെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. എല്ലാ ബാങ്കുകളും, നാഷണലൈസ്ഡ് ബാങ്കുകളായാലും പ്രൈവറ്റ് ബാങ്കുകളായാലും. സോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇന്ന് ഇല്ല. ബാങ്കിൽ ചെന്ന് നമ്മൾ ക്യാഷ് എടുക്കുന്നത് പോലും ATM ത്രൂ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് ഏത് ബാങ്ക് ഉണ്ടെങ്കിലും അതിലെല്ലാവർക്കും ATM ആക്സസ് ഉള്ളതാണ്. ATM-ൽ നിങ്ങൾക്ക് എടുക്കാൻ ഒരു പ്രാവശ്യം ഒരാൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാം. പണം പിൻവലിക്കാനൊക്കെ നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും അല്ല. അതുകൊണ്ട് ഈ ഒരു സിസ്റ്റത്തിലോട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഒരു ചേഞ്ചസ് വന്നത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ച് ഇതുമായിട്ട് അഡോപ്റ്റ് ആവണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ബാങ്കിങ് ആണ് ഇനിയുള്ള, അതായത് ക്യാഷ് എന്ന് പറയുന്നത് നമുക്ക് പഴയതുപോലെ അവൈലബിലിറ്റി കുറഞ്ഞു വരും ഇനിയുള്ള കാലഘട്ടത്തിൽ. അത് നമ്മൾ പണ്ടത്തെ പോലെ എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻ ഇല്ല. ക്യാഷിൻ്റെ ഉപയോഗം കുറഞ്ഞ് നമ്മളെല്ലാം ബാങ്കിങ് ത്രൂ ആവുന്ന കാലഘട്ടമാണ് ഇനിയുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, അതായത് ഈ UPI ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഏത് ബാങ്കാണോ യൂസ് ചെയ്യുന്നത് ആ ബാങ്കിൽ ചെല്ലുക, അവരോടത് ചോദിക്കുക. അതും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മുടെ സ്റ്റാഫുകളടുത്തും കൂടെ നിങ്ങൾക്ക് ഹെൽപ്പ് ചോദിക്കാം. നിങ്ങൾ വരുമ്പോൾ ക്യാഷ് ബാക്കി കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യാൻ വരുമ്പോൾ തന്നെ നിങ്ങളത് ചോദിക്കാം. ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ബാങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങാം. ഞങ്ങൾ നിയറസ്റ്റ് ബാങ്കിൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്യാം. അവർ നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പുകളും കാര്യങ്ങളും എല്ലാം ചെയ്യും. സോ എല്ലാവരും ഈ ബാങ്കിങ് എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാറ്റി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ബാങ്കിൽ ക്യാഷായിട്ട് തന്നെ വേണമെന്നുള്ള ഒരു പിടിവാശിയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ബാങ്കിങ് ഇതിലോട്ട് മാറുക എന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. വേദിയിലായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇന്ന് ഈ പ്രത്യേക ഓണാഘോഷ പരിപാടി ഗുരുവായൂരപ്പൻ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ചികിത്സാ സഹായ വിതരണവും അതുപോലെ +2 ഉയർന്ന മാർക്ക് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനദാന വിതരണവും ഒക്കെ നടന്നു വരികയാണല്ലോ. അതിനു വേണ്ടി ഇന്നിവിടെ സാന്നിധ്യം വഹിച്ച ഈ പരിപാടി വളരെ മഹനീയമായി ഭദ്രദീപം തെളിയിച്ചത് ശ്രീമതി ജിജ സുരേന്ദ്രൻ അവർകളാണ്, പ്രശസ്ത സിനിമാ താരം. അവരെ വീണ്ടും ഈ വേദിയിൽ വെച്ച് കാണുവാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. സ്വാഗതം അർപ്പിച്ച വിദ്യ ബി, അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗം നടത്തിയ ആർ അനിൽകുമാർ ഗുരുവായൂരപ്പൻ അസോസിയേഷൻ്റെ MD ആണ്. ഉദ്ഘാടനം ചെയ്ത പ്രശസ്ത സിനിമയും സീരിയലിലെയും താരം സാറിനെ ഞാൻ അനേകം വേദികളിൽ ഒരുമിച്ച് സാറിനോടൊപ്പം പങ്കിടുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ പ്രിയ സാറിൻ്റെ നർമ്മ മുഖഭാവം ഒരിക്കൽ കൂടെ അടുത്തിരുന്ന് അനുഭവിക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം അറിയിക്കുകയാണ്. വിശിഷ്ട വ്യക്തികളെ ആദരിച്ച പ്രശസ്ത സിനിമാ സീരിയൽ താരമായ ശ്രീ MR ഗോപകുമാർ സാറിനെയും പല വേദികളിൽ സാറിനോടൊപ്പം എനിക്ക് വേദികൾ പങ്കിടുവാൻ കഴിഞ്ഞു. ആ സാറിനെയും ഈ വേദിയിൽ കാണുവാൻ കഴിഞ്ഞ സന്തോഷം അറിയിക്കുകയാണ്. അതോടൊപ്പം മാധ്യമ പ്രവർത്തകനായിരിക്കുന്ന ശ്രീ പ്രേം ജനചിന്ത സാറിനെയും കാണുവാനുള്ള കഴിഞ്ഞ സന്തോഷം അറിയിക്കുന്നു. അതുപോലെ അഡ്വക്കേറ്റ് ആർദ്ര മാഡം, അഖില S, അതുപോലെ എൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്ന കാഞ്ഞിരകുളം മൗണ്ട് കാർമൽ സ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപികയായിരിക്കുന്ന ദീപ ടീച്ചർ, എല്ലാവരെയും ഈ വേദിയിലേക്ക് ആത്മാർത്ഥമായി ഞാൻ ഓണാശംസയോടെ സ്വാഗതം ചെയ്യുകയാണ്. പഴയ ഒരു പഴമൊഴിയുണ്ട്, കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന്.
അത് പഴയ പഴമൊഴിയായി. ഇപ്പോൾ കാണം വിൽക്കാതെ തന്നെ ഓണം ഉണ്ണാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗുരുവായൂരപ്പൻ അസോസിയേറ്റിലെ MD ആയിരിക്കുന്ന ശ്രീ അനിൽകുമാർ സാർ ചെയ്ത് വരുന്നത് ഓർക്കുമ്പോൾ വളരെ സന്തോഷം. തുളസി സാർ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു ഈശ്വര നിയോഗം, ഈശ്വര അനുഗ്രഹമാണ്. നാം ഈശ്വരനെ കണ്ടിട്ടില്ല, എല്ലാവരും കണ്ടു എന്ന് പറയണമെങ്കിലും ആരും ഇതുവരെ ഈശ്വരനെ കണ്ടിട്ടില്ല. പക്ഷെ ഈശ്വരനെ എങ്ങനെ കാണുവാൻ കഴിയും? മറ്റുള്ളവർക്ക്, കഷ്ടപ്പെടുന്നവർക്ക്, വേദനിക്കുന്നവർക്ക് ആശ്വാസമായി കൈത്താങ്ങലുമായി എത്തുമ്പോൾ, മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ അവിടെ ഈശ്വരനുണ്ട്. ഈശ്വരനിലെ നന്മ, സ്നേഹം അനുഭവിച്ചറിയുവാൻ നമുക്ക് കഴിയും. വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയാതെ പ്രവർത്തിക്കുന്ന ഗുരുവായൂരപ്പൻ അസോസിയേറ്റിലെ MD ആയിരിക്കുന്ന പ്രിയ അനിൽകുമാർ സാർ വർഷങ്ങളായി തൻ്റെ സ്ഥാപനത്തിലെ പ്രിയപ്പെട്ട വ്യക്തികളെ ആദരിക്കുകയും കരുതുകയും അവർക്ക് ഓണക്കിറ്റുകളും ഓണസമ്മാനങ്ങളൊക്കെ ദാനം ചെയ്തു വരുന്നത് ഓർക്കുമ്പോൾ വളരെ സന്തോഷം. മറ്റൊരിടത്തും കാണാത്ത വളരെ വിശിഷ്ടമായ രീതിയിലുള്ള ആ പെരുമാറ്റം എന്നെ വല്ലാതെ ആകർഷിക്കാറുണ്ട്. ചില വർഷങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഓണാഘോഷ പരിപാടിയിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുമയോടെ നിന്ന് പ്രവർത്തിക്കുന്ന സ്റ്റാഫ് അംഗങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം എല്ലാം അദ്ദേഹത്തിന് ഒരു കൈത്താങ്ങായാണ്. അനേക സ്ഥലങ്ങളിൽ, അനേക ഭവനങ്ങളിൽ കഷ്ടപ്പെടുന്ന രോഗികളെയും ആശ്രയമില്ലാതെ കഴിയുന്നവരെ ഒന്ന് ആശ്രയം കൊടുത്ത് അവരെ താങ്ങി നിർത്തുന്ന ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളെ ഈശ്വരൻ ധാരാളമായി അനുഗ്രഹിക്കും. നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നത് അത് മാത്രമാണ് നന്മ. നാളെ എന്നുള്ളതൊന്നും നമുക്കുള്ളതല്ല. നാളെ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ചെയ്യാം എന്നുള്ളതൊക്കെ വ്യാമോഹമാണ്. നാളെ ഞാനുണ്ടോ നിങ്ങളുണ്ടോ അതെന്നറിയില്ല. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്യുക, നാളത്തേക്ക് മാറ്റിവെക്കരുത്. അത് സ്നേഹമായിരുന്നാലും പെരുമാറ്റമായിരുന്നാലും നമ്മുടെ ഏത് കർത്തവ്യങ്ങളായിരുന്നാലും അത് നാളത്തേക്ക് മാറ്റിവെക്കാതെ ഇന്ന് സന്തോഷത്തോടെ ചെയ്യുമ്പോൾ അതിനൊരു മഹിമയുണ്ട്, പ്രാതിനിധ്യമുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞോട്ടെ. റോമാ സാമ്രാജ്യത്തെ കിടുകിട വിറപ്പിച്ച ഒരു ഭരണാധികാരിയായിരുന്നു അലക്സാണ്ടർ, ദി ഗ്രേറ്റ് അലക്സാണ്ടർ. നാം പഠിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹം ഒരിക്കൽ യുവാവായിരിക്കുമ്പോൾ തന്നെ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിന് അഭിമുഖമായി നിന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ മഹാസമുദ്രമേ, നീയും ഒരു സാമ്രാജ്യമായിരുന്നുവെങ്കിൽ നിന്നെയും ഞാൻ വെട്ടിപ്പിടിക്കുമായിരുന്നുവെന്ന്, അതിനെയും കീഴ്പ്പെടുത്തുമായിരുന്നുവെന്ന്. അത്ര അഹങ്കാരത്തോടെ ആ യുവ രക്തം തിളച്ചപ്പോൾ അലക്സാണ്ടർ, ദി ഗ്രേറ്റ് അലക്സാണ്ടർ മഹാസമുദ്രത്തോട് വിളിച്ചു പറയുകയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ 35-ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയാണ്. അനേക സാമ്രാജ്യങ്ങൾ അദ്ദേഹം യുദ്ധം ചെയ്ത് നേടിയെടുത്തു, വെട്ടിപ്പിടിച്ചു. അനേകം സമ്പാദ്യങ്ങൾ, വളരെ വളരെ ധനം, മാനം, ഉയർച്ച, പദവികളൊക്കെ അദ്ദേഹം നേടിയെടുത്തു. എന്നാൽ അദ്ദേഹം യുവാവായിരിക്കുമ്പോൾ രോഗത്തിന് അടിമപ്പെട്ടു. മരിക്കുമെന്നുറപ്പായി അദ്ദേഹത്തെ അനേക വൈദ്യന്മാർ, കൊട്ടാര വൈദ്യന്മാരും ഡോക്ടർമാരൊക്കെ ചികിത്സിച്ചു. ഭേദം വരുന്നില്ല. അദ്ദേഹത്തിന്റെ പണത്തിനോ പൊന്നിനോ അദ്ദേഹത്തെ രക്ഷിക്കുവാൻ കഴിയുന്നില്ല. അദ്ദേഹം നേടിയ പദവികൾക്ക്, സ്ഥാനമാനങ്ങൾക്കൊന്നും അദ്ദേഹത്തെ രക്ഷിക്കുവാൻ കഴിയുന്നില്ല. മരണമുഖാമുഖമായി കണ്ട് ആ കട്ടിലിൽ കിടക്കുമ്പോൾ അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകരെ, ആ ഭടന്മാരെ അടുക്കി വിളിച്ചു. കൊട്ടാരൻ സൂക്ഷിപ്പുകാരൊക്കെ എല്ലാവരെയും അടുക്കി വിളിച്ചിട്ട് അദ്ദേഹം 3 കാര്യം അവരോട് പറയുകയാണ്. ഞാൻ എന്തായാലും മരിക്കും. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ശവമഞ്ചത്തെ സെമിത്തേരിയിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ ശവമഞ്ചത്തെ ചുമക്കേണ്ടത് ഈ കൊട്ടാരത്തിലെ വൈദ്യന്മാരായിരിക്കണം. 2, എൻ്റെ കുഴിമാടത്തിൽ ഞാൻ സമ്പാദിച്ച പൊന്നും പണവും ധനമെല്ലാം അതിനകത്ത് ഇട്ടിരിക്കണം. 3ാമതായി എന്നെ കൊണ്ടുപോകുന്ന ശവമഞ്ചം അല്ലെങ്കിൽ ശവപ്പെട്ടിയുടെ 2 വശത്തും 2 ഹോളുകൾ, 2 അറകൾ ഇട്ടിരിക്കണം. അതെന്താണ് പ്രഭു അങ്ങനെ പറയുവാൻ കാരണമെന്ന് അതിശയത്തോടെ
അവിടെ കൂടി നിന്നവർ ചോദിക്കുമ്പോൾ അദ്ദേഹം ഇപ്രകാരം പറയുകയാണ്: എന്നെ ചികിത്സിച്ച് എൻ്റെ രോഗം ഭേദമാക്കുവാൻ ഒരു വൈദ്യനോ ഡോക്ടറിനോ കഴിഞ്ഞില്ല, ഒരു മരുന്നിനോ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ കൊട്ടാരത്തിലെ വൈദ്യന്മാർ തന്നെ എൻ്റെ ശവമഞ്ചത്തെ ചുമക്കണം. രണ്ടാമത്, എന്തിനാണ് പ്രഭു ആഭരണങ്ങളും സ്വർണവും നാണയങ്ങളൊക്കെ ഈ കുഴിമാടത്തിലിടേണ്ടത്? ഞാൻ അനേകം സമ്പത്തുണ്ടാക്കി, ഞാൻ സ്വർണവും പണവും ഒക്കെ ധാരാളം നേടി, അതിനൊന്നും എൻ്റെ രോഗത്തെ ഭേദമാക്കുവാൻ, എനിക്ക് ജീവൻ നൽകുവാൻ സമ്പാദ്യത്തിനൊന്നും കഴിഞ്ഞില്ല. അതുകൊണ്ട് അതെല്ലാം എൻ്റെ കുഴിമാടത്തേക്ക് വലിച്ചെറിയണം. മൂന്നാമതായി പറയുകയാണ്, എൻ്റെ ശവപ്പെട്ടിയുടെ രണ്ട് വശത്തും 2 ഹോളുകൾ, 2 ദ്വാരങ്ങൾ ഇടണം. അതുവഴി എൻ്റെ 2 കൈയും പുറത്തിടണം. പലരും ചോദിക്കും, എന്തിനാണോ ശവപ്പെട്ടിയുടെ പുറത്തേക്ക് 2 കൈകളും ഇട്ട് അദ്ദേഹത്തെ കുഴിമാടത്തിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന്. അപ്പോൾ നിങ്ങൾ പറയണം, ഞാൻ അനേക രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചു, അനേക സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കി, അനേകം കാര്യങ്ങൾ നേടിയെടുത്തു, പക്ഷെ എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് വെറും കൈയായി പോകുന്നു. വെറും കൈയായി ഞാൻ വന്നു, വെറും കൈയായി ഞാൻ മടങ്ങിപ്പോകുന്നുവെന്ന് എൻ്റെ പ്രജകൾ, ഈ രാജ്യത്തിലെ ജനങ്ങൾ അറിയണമെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം ഇവിടെ നേടുന്നതൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടതാണ്. എന്നാൽ സ്നേഹം നമുക്കുണ്ടെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും അവരെ താലോലിക്കുവാനും ഒന്ന് ക്ഷമിക്കുവാനും പൊറുക്കുവാനുള്ള മനസ്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ടായാൽ അതാണ് ഏറ്റവും വലിയ പുണ്യവും മഹത്തായ കാര്യമെന്ന് പറയുന്നത്. നാം നേടിയതിനോടും നമ്മെ സ്നേഹിച്ചവരോടൊക്കെ നാം ഒരിക്കൽ ഈ ലോകത്തുനിന്ന് യാത്ര പറയും. മനുഷ്യ സ്നേഹം ശവക്കുഴി കൊണ്ട് അവസാനിക്കും. എന്നാൽ അതിനപ്പുറത്തേക്കുള്ളത് ഈശ്വര സ്നേഹം മാത്രമാണ്. ഈശ്വരന്റെ സ്നേഹം മാത്രമാണ്. ചിലപ്പോൾ 4-5 ദിവസം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വന്ന് ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ച് ആഹാരമൊക്കെ കഴിച്ച് കുശലൊക്കെ പറഞ്ഞു പോകും. പക്ഷെ അതിനപ്പുറത്തേക്കുള്ളത് കരുണാമയനായ ഈശ്വരന്റെ സ്നേഹം മാത്രമാണ്. ആ സ്നേഹം അനുഭവിച്ചറിയുവാൻ ഈ ഗുരുവായൂരപ്പൻ അസോസിയേഷനിലെ പോലെയുള്ള മഹൽ വ്യക്തികളിൽ കൂടെ എനിക്കും നിങ്ങൾക്കും ഇടയാകുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും മഹൽ സന്ദേശം അല്ലെങ്കിൽ മഹത്തായ അനുഭവമെന്ന് ഞാൻ വിശ്വസിക്കുകയും കരുതുകയും ചെയ്യാണ്. ഈ ഓണനാളുകൾ സന്തോഷത്തോടെ, ആനന്ദത്തോടെ, ഉല്ലാസത്തോടെ ആടി ആനന്ദത്തോടെ ആയിരിക്കാൻ, നല്ല വസ്ത്രങ്ങൾ ധരിച്ച്, നല്ല ആഹാരങ്ങൾ കഴിച്ച്, നല്ല സ്ഥലങ്ങളെ കണ്ട് ഈ ഭൂമിയിലുള്ള ജീവിതം ആനന്ദപൂരിതമാക്കുവാൻ സർവീശ്വരൻ നമ്മെ എല്ലാവരും ഒരുക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഈ 2025 നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ഇങ്ങനെ വേദി വരുമ്പോൾ പറയാൻ വിചാരിച്ച് 2016-17 ഞാൻ വട്ടിയൂർക്കാവ് സൊസൈറ്റിയിൽ നിന്ന് 8 ലക്ഷം രൂപ ലോൺ എടുത്ത് ഞാൻ 15 ലക്ഷം രൂപ അടച്ചിട്ട് ലോൺ തീർന്നില്ല. ഞാൻ അങ്ങനെ വിഷമിച്ച് വീട്ടു ജോലിക്ക് പോകാൻ ഒരു കുറച്ച് ലോൺ ഉണ്ടായിരുന്നു. ഒരു നാണക്കേട്, അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു, അച്ഛനും ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ എന്ത് ചെയ്യും, ആരെടുത്തും പറയാതെ ഞാൻ പാലോടുള്ളതാണ് കേട്ടാ, ആരോടും പറയാതെ ഇവിടെ വന്നിട്ട് ഒളിച്ച് വന്നു ഒരു വീട്ടിൽ ജോലിക്ക് നിന്നു. ക്ലീനിങ്ങിന് പോകണമെന്നൊക്കെ എങ്ങനെ പറയുമെന്ന് ഇപ്പോൾ എനിക്കൊരു നാണക്കേടില്ല കേട്ടാ, എല്ലാവരും ഫ്രണ്ടിൽ പറയാൻ പറ്റും. അങ്ങനെ നിന്നപ്പോഴേ ആ വീട്ടിലെ മേഡം പറഞ്ഞു, ജയശ്രീ കുഞ്ഞൊരു കാര്യം ചെയ്യേ, ഞാൻ ഗുരുവായൂരപ്പൻ അസോസിയേഷൻ്റെ നമ്പർ തരാം, ഇയാളൊന്ന് വിളിച്ചിട്ട് അവിടോട്ട് പോകാൻ പറഞ്ഞു. അമ്മ ചേച്ചി എൻ്റെ കയ്യിൽ 500 രൂപയൊന്നും അടയ്ക്കാനില്ല, ഞാൻ പോണില്ല. അവർ തന്നു, ഞാൻ 500 രൂപ കൊണ്ടുവന്നിട്ട് കൊടുത്തില്ല. 500 രൂപ ഇല്ല വിദ്യയെ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ 300 രൂപയും കൊടുത്ത് ഫോട്ടോയും ആധാറും എല്ലാം കൊടുത്ത് ജോലിക്ക് പോയി. ഇനി തൽക്കാലം എനിക്ക് ഒരുപാട് പറയാനും പേടി. ഞാനൊരു വീട്ടിൽ മണ്ണന്തല ഒരു വീട്ടിൽ വിദ്യമൊക്കെ അറിയായിരിക്കും, അവിടെ ടീച്ചറിൻ്റെ കൂടെ ആർക്കും പറ്റൂല, അവർ സമയനിഷ്ഠയാണ്. 8 തൊട്ട് നമുക്ക് 4, 8 ആവാൻ 5 മിനിറ്റ് കൊണ്ട് അവർ കയറ്റൂല, 4 ആവാൻ 5 മണിയായാലും നമുക്ക് നിൽക്കാം. അപ്പം ഞാൻ അങ്ങനെ പോയപ്പം ഒരു 3 വർഷം, ഒരു 1.5-2 വർഷം വരെ നിന്നപ്പോഴേ അവർ എപ്പോഴും എനിക്ക് ഫോൺ വരും, സൊസൈറ്റിയിൽ നിന്നാണ് വിളിക്കണത്. ഞാൻ വെളിയിൽ കൊണ്ടുപോയിക്കും, പൈപ്പ് തുറക്കും, കരയും, മേഡം ദൈവത്തെ ഓർത്ത് എൻ്റെ വീടെല്ലാം എടുത്തോ, എനിക്ക് വേണ്ട മാം, എത്രയും രൂപയുടെ സ്വത്ത് അവിടെ ഇരിക്കുകയല്ലേ, പിന്നെ എന്തിനാണ് എന്നെ വിളിക്കണത്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വിളിച്ചാൽ എനിക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം സാറിങ്ങനെ നോക്കി, മണന്തല ശ്രീകാര്യം ആണെന്ന് തോന്നുന്നു, അവിടുത്തെ വലിയ ഏതോ ഒരു സാറൊക്കെയാണ് അവരൊക്കെ. അപ്പം ഞാൻ പറയാം അവരെ. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ജയശ്രീ എന്തുവാ വിശേഷം, പറയാൻ പറ്റണതാണെങ്കിൽ പറയാൻ പറഞ്ഞു.
ഞാൻ ചേച്ചി ആർക്കും ചെയ്യാൻ പറ്റാത്ത വലിയ കാര്യമൊന്നും ഞാൻ ഇത്രയും പൈസ എടുത്ത് എനിക്ക് സൊസൈറ്റിയിൽ അടയ്ക്കാൻ പറ്റണില്ല, സ്ഥലം കൊണ്ട് പോകാം, ആകെ 4 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ സാറ് ഒരിക്കലും ദൈവത്തെ പോലെ ഞാൻ കാണുന്നു, ഇവിടെ വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് മണന്തലുള്ള സാറിനെ ഒന്നും കാണാനൊന്നും പറ്റില്ല. അപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞ് വാ ഞങ്ങളെ കൂടെ വാ സൊസൈറ്റിയിൽ പോകാമെന്ന് പറഞ്ഞു. കള്ളോണമെന്ന് അവർക്കറിയണ്ടേ. അവർ വന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ 2016 തൊട്ട് എടുത്ത് 17 ലാസ്റ്റ് തൊട്ട് ആദ്യം തൊട്ട് അടയ്ക്കണ ലോണാണ്. എനിക്ക് 7,55,000 രൂപയെ തന്നോളൂ. ഇനി ആരും എടുക്കരുതേ എന്നുള്ള പ്രാർത്ഥന കൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഫ്രണ്ട് വെച്ച് പറയണത്. നമ്മൾ ഷെഡായാലും വീട് വാടകയ്ക്കായാലും നമുക്ക് താമസിക്കാം. അങ്ങനെ ഞങ്ങൾ പോയി അന്വേഷിച്ചപ്പം പിന്നെയും കിടക്കണം 7 ലക്ഷം രൂപ. അവർ 5 പറഞ്ഞ് അടയ്ക്കാൻ പോയവരടയ്ക്കുമോ? ഇല്ല. അപ്പം സാറ് ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ് എന്തായാലും നമ്മൾ വന്നില്ലേ ജയശ്രീക്ക് വേണ്ടി, നമുക്ക് 7 ലക്ഷം രൂപ ജയശ്രീക്ക് നമ്മൾ കൊടുക്കും. അത് അനിസാറിൻ്റെ അടുത്തൊന്നും ചോദിച്ചിട്ടല്ല തന്നത്, പക്ഷേ സാറിൻ്റെ ഓഫീസിൽ നിന്ന് പോയതുകൊണ്ട് തന്നതുകൊണ്ട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്കും കാലൊക്കെ വയ്യാത്തതാണ്, എനിക്കൊരു ആക്സിഡൻ്റൊക്കെ പറ്റിയതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഫ്രണ്ട് വെച്ച് പറയാൻ പറ്റണ ഒരവസരം ഞാൻ മുതലെടുത്ത് അത്രയും പൈസ എനിക്ക് അടച്ചു തന്നു. പ്രമാണം അവരുടെ കയ്യിലാണ് ഇപ്പോഴും. ഒരു 90,000 രൂപ കൊടുത്തിന്, എനിക്ക് 6 ലക്ഷം രൂപയും കൂടെ കൊടുക്കണം. അതിന് ഞാൻ കുഞ്ഞുങ്ങളെ നോക്കാൻ മാത്രം മെഡിക്കൽ കോളേജ് ഓഫീസിന് ജോലിക്ക് പോകണം. എനിക്ക് വഴക്കൊക്കെ കിട്ടും കേട്ടോ, എന്നാലും ഞാൻ കുഞ്ഞുങ്ങളെയൊക്കെ നല്ല നോക്കും. ശരി, നമസ്കാരം. ഓം ശ്രീനാരായണനേ പുരുഷോത്തമ ഗുരുനീ സിദ്ധബുദ്ധനീ സ്കന്ദവിനായക സവിതാ പാവകനീ ബ്രഹ്മവസ്തുനീ യഹോവശക്തി യേശു പിതാ പ്രഭുനീ രുദ്രവിഷ്ണുനീ രാമകൃഷ്ണനീ റഹീമദാഖോനീ വാസുദേവ ഹോ വിശ്വരൂപനീ ചിദാനന്ദ ഹരിനീ അത്തുലീയനീ അകാലനിർഭയനാത്മലിംഗ ശിവനീ. ഓം തത്സത് ശ്രീനാരായണനീ പുരുഷോത്തമ ഗുരുനീ. ജയശ്രീ കെ തക്കല, സുനന്ദകുമാരി നെടുമങ്ങാട്, വസന്ത പളുക്കൽ, ഷീജ പാറശാല, ലേഖകുമാരി വെഞ്ഞാറമൂട്, ബേബി മംഗലാപുരം, മോളി പോത്തൻകോട്, ജയകുമാരി ആറ്റിങ്ങൽ, ഷർമിള പാങ്ങപ്പാറ, ഷീജ കിപ്സ്, കുഞ്ഞുകുഞ്ഞമ്മ പൗടിക്കോണം, അനിത വെഞ്ഞാറമൂട്, സീതാമണി വെഞ്ഞാറമൂട്, ഗീത പി വെള്ളനാട്, വസന്ത കിളിമാനൂർ, വിദ്യ വിനോദ് അമ്പൂരി, വിജയമ്മ കള്ളിക്കാട്, ജോളി നാലാഞ്ചിറ, വാസന്തി കിളിമാനൂർ, രമ കാരേറ്റ്, ജയന്തികുമാരി കിളിമാനൂർ, പുഷ്പ കണ്ണൂർ, ഗിരിജ ചാനാങ്കര, സുനിത കൊട്ടാരക്കര, ഷംല ബിബി വള്ളക്കടവ്, ലിബിന പാലോട്, ഗീതാകുമാരി വിതുര, ശിവാനന്ദൻ വിതുര, അനിൽകുമാർ കടയ്ക്കൽ,
ഇനി മെഡിക്കൽ കോളേജിൽ പേര് വിളിക്കാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരേണ്ടതാണ്. മെഡിക്കൽ കോളേജിന്റെ ആൾക്കാരുണ്ടോ? മെഡിക്കൽ കോളേജിൽ നിന്ന് ടോക്കൺ കിട്ടിയിട്ട് വാങ്ങാതെ പേര് വിളിച്ചപ്പോൾ ശ്രദ്ധിക്കാതിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക. എല്ലാവരും വിശന്നിരിക്കുകയാണ്, പെട്ടെന്ന് വാ. ജനഗണമന പാടി കേട്ടിട്ടേ പോകാൻ പറ്റൂ എന്നും പറഞ്ഞ് കിട്ടിയൊരു ബക്ലയും ചെയ്യരുത്. മെഡിക്കൽ കോളേജിന്റെ ശിവാനന്ദൻ ഉണ്ടോ? ശിവാനന്ദൻ തക്കാടുള്ള ആൾക്കാരെ വിളിച്ചില്ല, അടുത്തതാണ്, അവരെല്ലാവരും ഇരിക്കണം. അടുത്തത് വിളിക്കുന്നത് തക്കാട് എന്നുള്ള ജോലിക്കാരെയാണ്. പേര് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് മുന്നോട്ട് ശ്രദ്ധിച്ച് തക്കാടുള്ള സ്റ്റാഫുകളാണ് വിളിക്കണം. ശ്രദ്ധിച്ച് ഓരോരുത്തരും പേര് വിളിക്കുമ്പോൾ വരണം. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിരുന്നിട്ട് പിന്നെ കിടന്ന് തള്ളി ബേളം ഉണ്ടാക്കരുത്. ഓരോരുത്തരായിട്ട് വരണം സ്റ്റേജിൽ പേര് വിളിക്കുന്നവർ. പ്രസന്നകുമാരി കോവളം, ടോക്കൺ നമ്പർ 1 ആണ്. പ്രസന്നകുമാരി കോവളം, സുകന്യ തിരുപ്പുറം, ശശികല ആര്യനാട്, സരസമ്മ ചെമ്പൂര്, വാമദേവൻ വിതുര, സിന്ധു ജി നെട്ടയം, ശാന്ത ജെ പനക്കോട്, വസന്ത കെ വെള്ളറട, വസന്ത സി വണ്ടിത്തടം. വാങ്ങിയ ആൾക്കാരെല്ലാവരും അതാത് സ്ഥാനത്ത് ഇരിക്കണം. ശോഭന വെള്ളറട, പ്രസന്ന ആറ്റുകാൽ, നിർമ്മല എരുത്താവൂർ, ഗീത മുടവൻമുകൾ, ബേബി സി പനയമുട്ടം, ഷംന കല്ലറ, ശാലിനി പാലോട്, ചിത്ര എസ് ചിറയൻകീഴ്, ബാലുപ്രസന്നൻ ചിറയൻകീഴ്, വിജയകുമാരി ഉമ്മീൻകുളങ്ങര, ശരണ്യ പനച്ചമൂട്, വിജയൻ ബോണക്കാട്, പ്രസാദ് കൊട്ടാരക്കര, സജന അച്ഛൻകോവിൽ, ശ്രീജ ശാസ്തമംഗലം, ബിജു നെയ്യാറ്റിൻകര. പേര് വിളിച്ച ആൾക്കാർ മാത്രം സ്റ്റേജിൽ വരേണ്ടതാണ്. ബാക്കി എല്ലാവരും അതാത് സ്ഥാനത്ത് ഇരിക്കണം. സെൽവൻ ടി മാർത്താണ്ഡം, സുനിത ആർ വിതുര, ലീല തൂങ്ങാപ്പാറ, തങ്കമണി ജെ കുറ്റിച്ചൽ, സിന്ധു പൊഴിയൂർ, ലതിക വെള്ളനാട്, ചന്ദ്രലേഖ ആന്തീർകോണം, മേബൽ സരോജം കീഴാർ, ജയശ്രീ എ വട്ടിയൂർക്കാവ്, സ്വർണവടിവ് തെന്മല, രാജേഷ് കാട്ടാക്കട, ആർ കൃഷ്ണമ്മ മണക്കാട്, ഗിരിജ എ സമരവിള, റാണി എ മണക്കാട്, മിനി ബി മങ്കാട്ടുകടവ്, തുളസി തേമ്പാമുട്ടം, സന്ധ്യാദേവി എ നാറ്റുകാൽ, ഷിജിമോൾ നെടുമങ്ങാട്,
മാരിമുത്തു നെയ്വേലി, ഷൈമ നെല്ലിമൂട്, ഗീത ആർ നെടുമങ്ങാട്, ലീല ടി പള്ളിച്ചൽ, രാധ വള്ളക്കടവ്, ഉഷ കെ അന്തിർക്കോണം, ശോഭന എ വിതുര, റിനി എസ് വിടവൂർ, മിനി എസ് മലയം, പേര് വിളിക്കുന്നവർ മാത്രം മുന്നോട്ട് വരിക, അല്ലാത്തവർ അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കണം. മിനി എസ് മലയം, ശോഭനകുമാരി വെള്ളനാട്, സരസ്വതി മാർത്താണ്ഡം, ഉഷാകുമാരി വിതുര, ഉഷാകുമാരി വിതുര, സുരേന്ദ്രൻ നായർ വെള്ളനാട്. ശ്രദ്ധിക്കുക, പേര് വിളിക്കുന്ന ശ്രദ്ധിക്കുക. സുരേന്ദ്രൻ നായർ വെള്ളനാട്, സിന്ധു വി ആറ്റുകാൽ, സന്ധ്യ വി മലയക്കീഴ്, ശോഭന കെ നെയ്യാർഡാം, ഗിരിജകുമാരി നെടുമങ്ങാട്, വിജയമ്മ അമ്പലത്തറ, ലേഖ പാച്ചല്ലൂർ. ഒരു സെക്കൻഡ് ക്ഷമിക്കണം, നമ്മുടെ മാധ്യമക്കാരെ ഓരോ ഓണക്കോടി കൊടുത്തിട്ട് അവർക്ക് പോകാനുള്ള തിരക്കുണ്ട്. ഒരു 5 മിനിറ്റ് ക്ഷമിക്കുക. വിജയമ്മ അമ്പലത്തറ, ലേഖ പാച്ചല്ലൂർ, അംബിക ടി വെള്ളനാട്. ഈ വാങ്ങിയ ആൾക്കാർ അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കണം, എന്നാലേ മറ്റുള്ള വാങ്ങാത്ത ആൾക്കാർക്ക് മുന്നോട്ട് വരാൻ പറ്റും. മംഗളങ്ങളരുളും മഴ നീർക്കണങ്ങളെ ശാന്തമായി തലോടും കുളിർക്കാറ്റിനീണമേ ദീപാങ്കുറുന്ന തൻ സ്നേഹാദ്ര നൊമ്പരം കാണാ മറന്നു പോ മംഗളങ്ങളരുളും മഴ നീർക്കണങ്ങളെ അനുരാഗം പോലും കിനാവിൻ കിളിപ്പാടുന്നതപരാധമാണോ ഇരുളിൽ വിതുമ്പുന്ന പൂവേ നിൻവിടരുന്നതപരാധമായോ ഈ മണ്ണിലെങ്ങുമേ കാരുണ്യമില്ലയോ ഈ വിണ്ണിലെങ്ങുമേ ആലംബമില്ല
കുളിർക്കാത്തിനീണമേ വർണ്ണവന്ന മണിയും വസന്തം പ്രിയരാഗം കവർന്നേ പോയോ അഴകിൻ നിറച്ചാന്തുമായി മഴമഴവിൽ അകലെ മറഞ്ഞു നിന്നന്തരംഗമാ ഏകാദിവീതിയിൽ ഏകായിയായി ഞാൻ പാടാൻ വരുമ്പോഴും വിധിയെന്തിനാമോ വിലപേശുവാനായി വെറുതെ നിറം മാറി വന്നു മംഗളങ്ങളരുളും മഴ നീക്കണങ്ങളെ ശാന്തമായി തലോടും കുളിർക്കാത്തിനീണമേ. കഴിഞ്ഞ വർഷത്തെ ഓണാഘോഷ പരിപാടിയിൽ ശാലിനിക്കും നമ്മൾ മികച്ച ജോലിക്കാർക്കുള്ള അവാർഡ് കൊടുത്തതാണ്. ഇതിൽ അവാർഡ് നൽകിയിട്ടുണ്ടായിരുന്നു. പഴയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അറിയായിരിക്കും. മഹേശ്വരി ചെറയൻകീഴ്, ഗിരിജ ആർ ആറ്റിങ്ങൽ, ലീല കെ വെമ്പായം, കാഞ്ചന വെമ്പായം, ജയകുമാരി മൺവിള, ബിജി പറണ്ടോട്, ജലജ കിളിമാനൂർ, പ്രസന്ന ആർ മെഡിക്കൽ കോളേജ്, സബിത പെരുമാതുറ, ശ്രീജ വെമ്പായം, വിമല കഠിനംകുളം, രാധ പാലോട്, ദീപ കാരേറ്റ്, സുഭദ്ര വെഞ്ഞാറമൂട്, ലൈല കിളിമാനൂർ, അംബിക കുമാരപുരം, ഗായത്രി ഉള്ളൂർ, ശാന്ത ആർ വിതുര, സുമി ചിറയൻകീഴ്, രമാദേവി കുറ്റിയാനി, രജി ഉഷ കോലിയക്കോട്, ഓമന ഭരതന്നൂര്, സുലോചന പിരപ്പക്കോട്, ശൈലജ ചെമ്പടന്തി, ശാലിനി വെമ്പായം, സുനിതായ മാറ്റിങ്ങൽ, മായ ശാസ്തവട്ടം, ജയ ശംഖുമുഖം, ഓമന മടത്തറ, സൗമ്യ ശ്രീകാര്യം, ശാന്തകുമാരി കഴക്കൂട്ടം, സുനിത കെ കിളിമാനൂർ, ശോഭ വെഞ്ഞാറമൂർ, സുശീല പി വെഞ്ഞാറമൂർ, ഗീത കെ വെഞ്ഞാറമൂർ, ശാന്താനിയും നമ്മുടെ കൂടെ കൂടിയിട്ട് ഒരു 13 വർഷം ആവും. നമുക്ക് ഒത്തിരി സഹായമൊക്കെ ഉള്ളത് അവരെയും നമ്മൾ ഓഫീസിൽ കൊണ്ടുവരുന്നുണ്ട്. സ്ഥിരമായിട്ട് നമ്മുടെ ഓഫീസിൽ തന്നെയാണ്, വേറെ ഒരു ഓഫീസിലാക്കി പോകില്ല. ഇവൻ്റെ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകണം എന്ന് പറയുന്നതാണ്. ഞാൻ ചിലപ്പോൾ വരട്ടാറുണ്ട്. മാസത്തിൽ 2 ദിവസം പോയാൽ മതി. യേശു നീ ഏത് വീട്ടിൽ നിൽക്കുമ്പോഴും അവിടെ പ്രത്യക്ഷപ്പെടും. ഭയങ്കര ഭക്തനാണ്. ഈ അടുത്ത സമയത്ത് ഒരു കസ്റ്റമറിന്റെ വീട്ടിൽ നിന്നിട്ട് ആ കസ്റ്റമർ തന്നെ വേറുള്ളവർക്ക് വേണ്ടി നമ്മുടെ അടുത്ത് പറഞ്ഞ്
ചെയ്തു വിടാറുണ്ട്. അങ്ങനെ നല്ലൊരു ജോലിക്കാരനാണ്, ഒരു ദൈവവിശ്വാസി. ശാന്ത നമ്മുടെ തക്കാട് 7 വർഷം ജോലി ചെയ്തിട്ടാണ് മെഡിക്കൽ കോളേജിലോട്ട് പോയത്. ഞാൻ 1-2 പ്രാവശ്യം നന്നായിട്ട് സ്നേഹത്തോടെ സംസാരിച്ചിട്ടുണ്ട്. സ്നേഹത്തോടെ എന്ന് പറയുമ്പോൾ അവർക്കറിയാം ഞാൻ മിക്കവരെയും വഴക്ക് പറയാറുണ്ട്, സ്നേഹം കൊണ്ട് പറയുന്നതാണ്, അല്ല വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഏതാണ്ട് ഒരു 15 വർഷം വരും ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട്. നല്ല സ്വഭാവമുള്ള ആൾക്കാർ. ഇവരൊക്കെ പോയിട്ട് ഒരു കസ്റ്റമർ നമുക്ക് പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിന് വേണ്ടി അത്ര പരിചയമില്ല. മെഡിക്കൽ കോളേജ് ഓഫീസ് നടത്തിക്കൊണ്ട് പോകുന്ന വ്യക്തിയാണ് അവിടുത്തെ മാനേജർ. പക്ഷേ ഇത് പ്രസന്ന നമ്മുടെ ജോലിക്കാരിയാണ്, തക്കാട് എന്നുള്ള. 5 വർഷമല്ല അവർ പോയിട്ട് ഒത്തിരി. 5 വർഷം മാത്രമല്ല, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10 വർഷം അടുപ്പിച്ചായി കാണാം. പക്ഷെ അവർ ഒരു വീട്ടിൽ തന്നെ 7-8 വർഷം ജോലി ചെയ്തതാണ്. ഇപ്പോഴാണ് ആ വീട്ടിൽ നിന്ന് മാറിയത്. പിന്നെ ഇടയ്ക്ക് അവർക്ക് സുഖമില്ലാതായി. എൻ്റെ അടുത്ത് സങ്കടം പറഞ്ഞു, സാർ എനിക്ക് ഞാനാണ് പുള്ളി ചെയ്യുന്നത്. വളരെ സൗമ്യമായിട്ടും ശാന്തതയോടും ക്ഷമയോടും ജോലി ചെയ്യാൻ. രോഗിയെ നോക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ജോലിയാണ്. നമുക്ക് തോന്നും വെറുതെ ഇരുന്നാൽ മതി, എന്നാൽ വെറുതെ നോക്കിയിരിക്കാൻ പറ്റുന്നതല്ല. ആ രോഗി സുധാർ കല്ലറ, സീജ വെമ്പായം, ഇന്ദിര എൽ വെഞ്ഞറമൂട്, ശോഭ കുമാരപുരം, സിന്ധു ആനേറ, രജനി കാരീറ്റ്, ലേഖ വെഞ്ഞാറമൂട്, ചിഞ്ചു വെഞ്ഞാറമൂട്, ഷീജ വെഞ്ഞാറമൂട്, ലില്ലിയമ്മ അണ്ടൂർക്കോണം, ലില്ലിയമ്മ അണ്ടൂർക്കോണം, ശ്രീലത കരകുളം, മഹേശ്വരി ചെറേങ്കിഴ, ഗിരിജ ആർ ആറ്റിങ്ങൽ, ലീല കെ വെമ്പായം, കാഞ്ചന വെമ്പായം, ജയകുമാരി മൺവിള, ബിജി പറണ്ടോട്, ജലജ കിളിമാനൂർ, പ്രസന്ന ആർ മെഡിക്കൽ കോളേജ്, സബിത പെരുമാതുറ, ശ്രീജ വെമ്പായം, വിമല കഠിനംകുളം, രാധ പാലോട്, ദീപ കാരേറ്റ്, സുഭദ്ര വെഞ്ഞാറമൂട്, ലൈല കിളിമാനൂർ, അംബിക കുമാരപുരം, ഗായത്രി ഉള്ളൂർ, ശാന്ത ആർ വിതുര, സുമി ചെറേങ്കീഴ്, രമാദേവി കുറ്റിയാനി, രജി ഉഷ കോലിയക്കോട്, ഓമന ഭരതന്നൂര്, സുലോചന പിരപ്പക്കോട്, ശൈലജ ചെമ്പടന്തി, ശാലിനി വെമ്പായം, സുനിതായ മാറ്റിങ്ങൽ, മായ ശാസ്തഘട്ടം, ജയ ശംഖുമുഖം, ഓമന മടത്തറ, സൗമ്യ ശ്രീകാര്യം, ശാന്തകുമാരി കഴക്കൂട്ടം, സുനിത കെ കിളിമാനൂർ, ശോഭ വെഞ്ഞാറപ്പൂർ, സുശീല പി വെഞ്ഞാറ